വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. LP-UP എക്സാമിന്റെ സൈക്കോളജി പാർട്ടിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, IQ കൂടിയിരിക്കുന്നത് എപ്പോൾ? ഒരു കുട്ടിയില് അല്ലെങ്കിൽ ഒരു വ്യക്തിയില് IQ എപ്പോഴാണ് കൂടുതലായി ഇരിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻസ് നോക്കിക്കേ. മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, രണ്ടും തുല്യമായിരിക്കുമ്പോൾ, ശാരീരിക വയസ്സ് കൂടുതലും തുല്യവുമാകുമ്പോൾ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ IQ കണക്കാക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയെങ്കിലല്ലേ നമുക്കിത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ശാരീരിക വയസ്സ് എന്താണ്, മാനസിക വയസ്സ് എന്താണ്, ഈ ടേം നമുക്ക് അറിയണം. മാനസിക വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ പറയും ആ കുട്ടിക്ക് പ്രായത്തിനേക്കാൾ പക്വതയുണ്ട് അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പം പ്രായവും ബുദ്ധിയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു 10 വയസ്സാണെന്ന് കരുതുക. ആ കുട്ടിയുടെ പ്രായമാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശാരീരിക വയസ്സാണ് ഏതെന്ന് പറയുന്നത് 10 വയസ്സ് എന്ന് പറയുന്നത്. മാനസിക വയസ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് 10 വയസ്സിന്റെ ആളിനേക്കാളും പക്വതയും മെച്യൂരിറ്റിയും ബുദ്ധിയും ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പം 10 വയസ്സിനുള്ള കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ടതിനേക്കാൾ താഴ്ന്ന മാനസിക നിലയായിരിക്കും ഒരു കുട്ടിക്ക് ഉണ്ടാകുക. അതാണ് മാനസിക വയസ്സെന്ന് പറയുന്നത്. ഇപ്പൊ ശാരീരിക വയസ്സെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രായം അങ്ങ് ഓർത്താൽ മതി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയില് IQ ലെവല് കൂടുന്നത്. അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ IQ ഫോർമുല മനസ്സിലാക്കിയിട്ട് അതിനകത്ത് അസ്യൂം ചെയ്തൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ IQ കണക്കാക്കുന്നത് എന്നൊക്കെ നോക്കാം. എന്നിട്ട് വീണ്ടും ഈ ആൻസറിലേക്ക് തിരിച്ചു വരാം. നോക്കിക്കേ, ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണയിക്കാനുള്ള ശ്രമം ആദ്യമായി നടത്തുന്നത് ആൽഫ്രഡ് ബിനെയാണ്. തെറ്റിപ്പോകരുത് ഈ പറയുന്ന കൺസെപ്റ്റ്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായിട്ട് നിർണയിക്കാനുള്ള ആദ്യത്തെ ഒരു ശ്രമം നടത്തിയ വ്യക്തിയാണ് ആര്? ആൽഫ്രഡ് ബിനെ. അതുകൊണ്ട് തന്നെ ആൽഫ്രഡ് ബിനെ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാല് ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ്. ആൽഫ്രഡ് ബിനെ പറ്റി 2 പോയിന്റ് ആണ് പറഞ്ഞത്. എന്താണ്? ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണയിക്കാനുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെ ആണെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു? ബുദ്ധിശക്തിയുടെ പിതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്നു. ഇനി ബുദ്ധിമാനം അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഈ IQ, ഇന്റലിജന്റ് ക്വോഷ്യന്റ് എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണെന്ന്? അത് ആൽഫ്രഡ് ബിനെ അല്ല. IQ എന്ന പദം ആദ്യമായി പ്രയോഗിക്കുന്നത് വില്യം സ്റ്റേൺ ആണ്. അപ്പൊ IQ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, IQ ലെവൽ കൂടിയ ആള് കുറഞ്ഞ ആള് അല്ലെ. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. നല്ല സ്റ്റേൺ ആയിട്ട് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് IQ എന്ന് ഓർത്തു കഴിഞ്ഞാല് ബുദ്ധിമാനം അല്ലെങ്കിൽ IQ എന്ന പദം ആദ്യമായി പ്രയോഗിച്ച വ്യക്തിയുടെ പേരെന്താണ്? വില്യം സ്റ്റേൺ ആണ്. അങ്ങനെയാണെങ്കിൽ IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആരായിരിക്കും? വില്യം സ്റ്റേൺ ആയിരിക്കും. IQ എന്ന ടേം ആദ്യമായി പ്രയോഗിച്ചത് വില്യം സ്റ്റേൺ ആണെങ്കിൽ IQ നിർണയിക്കുന്നതിനുള്ള ആ ഫോർമുല അവതരിപ്പിക്കുന്നത് ആരാണ്? വില്യം സ്റ്റേൺ തന്നെയാണ്. അപ്പൊ ആൽഫ്രഡ് ബിനെയുടെ പോയിന്റ് എന്താണ്, വില്യം സ്റ്റേണിന്റെ പോയിന്റ് എന്താണ്, അല്ലെ ഇവരുടെ പ്രസക്തി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ IQ എന്ന് കേൾക്കുന്ന ഉടനെ അത് മൊത്തം ആൽഫ്രഡ് ബിനെയാണ്, അത് മൊത്തം വില്യം സ്റ്റേൺ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ആ വന്ന നാൾ വഴി എങ്ങനെയാണെന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ IQ നിർണയിക്കുന്നതിനുള്ള ആ ഫോർമുല എന്താണ്? ഫോർമുല എന്ന് പറയുന്നത് MA/CA × 100 എന്നാണ്. മാനസിക വയസ്സ് ഡിവൈഡഡ് ബൈ ശാരീരിക വയസ്സ് അല്ലെങ്കിൽ കാലിക വയസ്സ് എന്നും പറയും. ×100 ആണ് IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല. എന്താണ്? മാനസിക വയസ്സ് ഡിവൈഡഡ് ബൈ ശാരീരിക വയസ്സ് × 100 അല്ലെങ്കിൽ MA/CA × 100.
മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇനി നമ്മുടെ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. IQ ലെവല് ഇങ്ങനെയാണെങ്കിൽ ഒരാളുടെ ശാരീരിക വയസ്സ് ഇത്രയാണ്, മാനസിക വയസ്സ് ഇത്രയാണ് എങ്കിൽ IQ എത്രയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കുകയല്ല, നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ. ഒരു കുട്ടിയില് IQ എപ്പോഴാണ് കൂടുതലായിട്ട് ഇരിക്കുന്നതെന്നാ. എന്നിട്ട് എന്താണ് കൺസിഡർ ചെയ്തേക്കുന്നത്? ശാരീരിക വയസ്സിനെ പറ്റിയും മാനസിക വയസ്സിനെ പറ്റിയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓപ്ഷൻസ് തന്നേക്കുന്നത്. നമുക്ക് അസ്യൂം ചെയ്തൊന്ന് നോക്കാം. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 10 ആണെന്ന് കരുതുക, ശാരീരിക വയസ്സ് 5 ഉള്ളൂ. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്. ഒരു കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് 5ഉം ആ കുട്ടിക്ക് അതിനേക്കാളും കൂടുതൽ എന്തുണ്ട്? മാനസിക വയസ്സുണ്ട്, ശാരീരിക വയസ്സുണ്ട്. അത് 10ഉമാണെങ്കിൽ ആ കുട്ടിയുടെ IQ എത്ര ആയിരിക്കും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. ആ കുട്ടിയുടെ IQ നമുക്ക് എങ്ങനെ കിട്ടി? 200 എന്ന് കിട്ടി. അതായത് ആ ഓരോ ഓപ്ഷനും വെച്ചിട്ട് ചെയ്യാണ്. നമ്മൾ മാനസിക വയസ്സ് കൂട്ടിയിട്ടു. മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടുതലായപ്പോൾ നമുക്ക് IQ എത്ര കിട്ടി? 200 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് ഇതിനെ തന്നെ റിവേഴ്സ് ഒന്ന് ഇട്ട് നോക്കാം. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 5 ആണ്, പക്ഷെ ശാരീരിക വയസ്സ് 10 ഉണ്ടെന്ന് കരുതുക. എങ്കിൽ അവന്റെ IQ എങ്ങനെ ആയിരിക്കും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 5 5, 2 5 10, 2ഉം 100ഉം കൂടെ വെട്ടി എത്ര കിട്ടി? 50 കിട്ടി. അപ്പൊ നോക്കിക്കേ, IQ ഒരുപാട് കുറഞ്ഞല്ലേ വന്നത്. എങ്ങനെ ആയപ്പോഴാ? മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കുറഞ്ഞിരുന്നപ്പോൾ IQ എങ്ങനെ കിട്ടിയത്? കുറവാ കിട്ടിയത്. തിരിച്ചായപ്പോഴോ മാനസിക വയസ്സ് കൂടുതലും ശാരീരിക വയസ്സ് കുറവായിരുന്നപ്പോൾ IQ എന്ന് പറയുന്നത് കൂടുതലാ കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൻസർ ഏത് വന്നത്? മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോഴാണ് IQ കൂടുതലാകുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയില് ഉൾപ്പെടാത്തത് ഏതാണെന്ന്. അപ്പൊ ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ്: പൊതുവായ ബുദ്ധി, സംഗീതപര ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി. അപ്പൊ ഇതിന്റെ ആൻസർ ഏത് വരും? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പൊതുവായ ബുദ്ധി എന്നുള്ളതാണ്. എങ്ങനെ മനസ്സിലായി? ഇവിടെ ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയില് 9 ബുദ്ധിയെ പറ്റി പറയുന്നുണ്ട്. എത്രയാണ്? 9 ബുദ്ധിയെ പറ്റിയാണ് നമ്മുടെ ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയില് പറയുന്നത്. അതിൽ ഉൾപ്പെടാത്ത ഒന്നാണ് ഏതെന്ന് പറയുന്നത്? പൊതുവായ ബുദ്ധി. ബാക്കി സംഗീതപര ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി ഇതെല്ലാം തന്നെ ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണമെങ്കിൽ നമുക്ക് ആ 9 ബുദ്ധിയെ പറ്റി എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഹൊവാർഡ് ഗാർഡനറെ പറ്റി ഒന്ന് നോക്കാം. ഹൊവാർഡ് ഗാർഡനറും ബഹുമുഖ ബുദ്ധിയും. ബഹുമുഖ ബുദ്ധി എന്ന കൺസെപ്റ്റ് ആരുടേതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഗാർഡനറുടെ കൺസെപ്റ്റ് ആണ് ബഹുമുഖ ബുദ്ധി എന്നുള്ളത്. മനുഷ്യന്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ ഗാർഡനർ. മനുഷ്യന്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? നമ്മുടെ ഗാർഡനറാണ്. ഈ ഗാർഡനറുടെ പുസ്തകങ്ങളൊന്ന് പരിചയപ്പെട്ട് വെക്കണം. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ വർഷവും നോക്കണം. ഈ വർഷവും ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് വർഷം 1983 അദ്ദേഹം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം പുറത്തിറക്കുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് 1993 പുറത്തിറക്കിയ പുസ്തകമാണ്. 5 മൈൻഡ്സ് ഫോർ ദ ഫ്യൂച്ചർ, അത് 2005 പുറത്തിറക്കിയതാണ്. അതുപോലെ എ സിന്തസൈസിങ് മൈൻഡ് 2020. അപ്പൊ വർഷം നോക്കിക്കേ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. 2020 പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എ സിന്തസൈസിങ് മൈൻഡ്. അപ്പൊ 4 ടെക്സ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ: ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്,
5 minds for the future, a synthesizing mind. അതിനകത്ത് വർഷം 83 ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 1983 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് 1993, 5 minds for the future എന്ന് പറയുന്നത് 2005, എ സിന്തസൈസിങ് മൈൻഡ് എന്ന് പറയുന്നത് 2020 പുറത്തിറക്കിയ പുസ്തകമാണ്. ഇനി ബഹുമുഖ ബുദ്ധികൾ ഏതൊക്കെയാണെന്ന്. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധികൾ 9 ഉണ്ടെന്ന് പറഞ്ഞു. അത് വെച്ചിട്ടല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എങ്കിൽ ആ 9 ബുദ്ധികളും നമുക്ക് കാണാതെ പഠിച്ചു വെക്കാം. ഒന്നെന്ന് പറയുന്നത് ഭാഷാപരമായ ബുദ്ധിയാണ്. അടുത്തത് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിയാണ്. നെക്സ്റ്റ് ദൃശ്യസ്ഥലപര ബുദ്ധി. അടുത്തത് ശാരീരിക ചലനപര ബുദ്ധി. അടുത്തത് സംഗീതപര ബുദ്ധി. അടുത്തെന്ന് പറയുന്നത് വ്യക്തിയാന്തര ബുദ്ധി. നെക്സ്റ്റ് ആന്തരിക വൈയക്തിക ബുദ്ധി. അടുത്തത് പ്രകൃതിപരമായ ബുദ്ധി. നെക്സ്റ്റ് അസ്തിത്വപരമായ ബുദ്ധി. അപ്പൊ ഒരു വ്യക്തിയില് പലതരം ബുദ്ധികൾ ആവിർഭവിച്ചിട്ടുണ്ട് എന്ന് ആരഭിപ്രായപ്പെട്ടു? നമ്മുടെ ഗാർഡനർ അഭിപ്രായപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വർഗീകരിച്ച ബുദ്ധികളാണ് ഈ പറഞ്ഞിരിക്കുന്ന 9. നമ്മൾ 9 പേര് ഒന്ന് മനസ്സിലാക്കി വെക്കാമെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? ഭാഷാപരമായ ബുദ്ധി, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, സംഗീതപര ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി. ഇനി ഇതിനകത്ത് എല്ലാം ഈ ഓരോ തരം ബുദ്ധിയും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങള് ക്ലാസ്സുകളിൽ നൽകാം എന്നതൊക്കെ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് നമ്മൾ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണെങ്കിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വായന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ക്ലാസ്സിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിലൂടെ ആ ബുദ്ധി വികസിക്കും. അങ്ങനെ ഓരോന്നിനും എന്തുണ്ട്, ഓരോ ബുദ്ധിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യണം, ഈ ഇത്രയും ബുദ്ധിയെ പറ്റി ഒന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മുൻപുള്ള ആവശ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി, നീഡ് തിയറി, അതില് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മുൻപുള്ള ആവശ്യം ഏതാണെന്ന്. എന്നിട്ട് ഓപ്ഷൻ തന്നേക്കുന്നത് നോക്കിക്കേ. ശാരീരികം, അഭിമാനം. സുരക്ഷ, അഭിമാനം. സുരക്ഷ, ശാരീരികം. അഭിമാനം, ആത്മസാക്ഷാത്കാരം. ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാസ്ലോയുടെ ശ്രേണി അറിഞ്ഞിരുന്നാൽ മാത്രമേ, അതും ഓർഡർ അനുസരിച്ച് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മുൻപ് വരുന്നതാണ് സുരക്ഷ ആവശ്യവും ശാരീരിക ആവശ്യവും. ഏറ്റവും താഴെ എന്ന് പറയുന്നത് ശാരീരിക ആവശ്യമാണ്. അതിന് മുകളില് സുരക്ഷാ ആവശ്യം, അതിനും മുകളിലാണ് ഏത് വരുന്നത്, സ്നേഹം എന്ന് പറയുന്ന ആ ആവശ്യം വരുന്നത്. അപ്പം ആ ശ്രേണി നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് മാസ്ലോയുടെ ശ്രേണി ഒന്ന് പരിചയപ്പെട്ടാലോ? നോക്കിക്കേ, ഇതാണ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത്. ഇവിടെ താഴെ നിന്ന് മുകളിലേക്കാണ് ഈ ആവശ്യങ്ങളെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മുകളിൽ നിന്ന് താഴേക്ക് എന്ന് പറയരുത്, താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും താഴെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് ഏതാണ്? ശാരീരിക ആവശ്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ലെവലിലോട്ട് ചിന്തിക്കത്തുള്ളൂ അല്ലെ? ഇവിടെയും അങ്ങനെ തന്നെ നമുക്ക് ഓർത്തു പോകാം. ഒരു വ്യക്തിക്ക് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്താണ്? അവന്റെ ശാരീരിക ആവശ്യങ്ങളാണ്. ആ ശാരീരിക ആവശ്യങ്ങളെല്ലാം തന്നെ അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അവൻ നേടിക്കഴിഞ്ഞാൽ അടുത്ത് അവൻ എന്ത് ആഗ്രഹിക്കും? സുരക്ഷ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ശാരീരിക ആവശ്യം കഴിഞ്ഞാൽ അടുത്ത എന്താണ്? സുരക്ഷ ആവശ്യമാണ്. ശാരീരിക ആവശ്യം കഴിഞ്ഞാൽ സുരക്ഷ ആവശ്യമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക. അപ്പൊ നോക്കിക്കേ, ശാരീരിക ആവശ്യം, സുരക്ഷാ ആവശ്യം, അതുപോലെ തന്നെ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, രണ്ടും എങ്ങനെ വന്നാലും അങ്ങനെ തന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് അടുത്ത ഒരു ആവശ്യമാണ്.
ഇനി അതും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? ആദരിക്കപ്പെടുക. ആദരിക്കപ്പെടുക. അപ്പം ശാരീരിക ആവശ്യങ്ങള്, സുരക്ഷാ ആവശ്യങ്ങള്, സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക. ഇവിടെ രണ്ട് സ എന്നുള്ളത് ഒരുമിച്ചല്ലേ വന്നേക്കുന്നത്, അങ്ങനെയെങ്കിലും ഓർത്തു വെച്ചേക്കുക. സ്നേഹിക്കപ്പെടുക കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? ആദരിക്കപ്പെടുക. നെക്സ്റ്റ് വൈജ്ഞാനിക ആവശ്യമാണ്. വൈജ്ഞാനിക ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാലോ സൗന്ദര്യാത്മകമാണ്. സൗന്ദര്യാത്മകം കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് മാസ്ലോ പറയുന്നത്. അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, ശാരീരിക ആവശ്യങ്ങള്, സുരക്ഷാ ആവശ്യങ്ങള്, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങള്, ആദരിക്കപ്പെടുക, വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, ആത്മസാക്ഷാത്കാരം. അപ്പൊ മാസ്ലോയുടെ ശ്രേണിയുടെ ഏറ്റവും ഉയർന്ന തലം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അത് ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുക. ഏറ്റവും താഴെ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് ശാരീരിക ആവശ്യങ്ങളാണ്. പിന്നീട് ഈ ഓർഡർ പഠിച്ചു വെക്കുന്ന സമയത്ത് ഓരോന്നിന്റെയും ഇടയിൽ ഏതാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു കാര്യവും കൂടി ഇവിടെ നിന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് ഈ ആവശ്യങ്ങളെ മാസ്ലോ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശാരീരിക ആവശ്യം, സുരക്ഷാ ആവശ്യം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക. ഇത്രയും ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പോരായ്മ ആവശ്യമാണ്, ഡെഫിഷ്യൻസി ആണ്. ഡെഫിഷ്യൻസി അഥവാ പോരായ്മ അഥവാ അഭാവ ആവശ്യമാണ്. അഭാവ ആവശ്യം അല്ലെങ്കിൽ എന്തു പറയും? പോരായ്മ ആവശ്യമാണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി നീഡാണ്. അതുകൊണ്ട് തന്നെ ഡി നീഡാണ്. ഇംഗ്ലീഷിൽ പറയുമ്പം ഡി നീഡ്. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഇതേതാണ്. ഇത്രയും പറയുന്ന ഏതാണ്? ഡെഫിഷ്യൻസി നീഡാണ്, അല്ലെങ്കിൽ പോരായ്മയാണ്. ഒരു മനുഷ്യനുണ്ടായിരിക്കുന്ന പോരായ്മകളാണ്. അപ്പൊ പോരായ്മ ആവശ്യമെന്നോ ഡെഫിഷ്യൻസി നീഡെന്നോ ഡി നീഡെന്നോ അഭാവ ആവശ്യമെന്നോ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ വരും എന്നുള്ളത് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ശാരീരിക ആവശ്യവും സുരക്ഷിതത്വവും സ്നേഹവുമായി ബന്ധപ്പെട്ടതും ആദരിക്കപ്പെടുക എന്നുള്ളതും എന്താണ്? പോരായ്മ ആവശ്യമാണ്. എന്നാൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, ആത്മസാക്ഷാത്കാരം. ഇതൊക്കെ ഏത് ആവശ്യങ്ങളിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളർച്ച ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ വളർച്ച ആവശ്യമാണ്. വളർച്ച ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് നീഡെന്ന് പറയാം അല്ലെ. ഗ്രോത്ത് ആണ് അവിടെ വരുന്നത്, വളർച്ച ആവശ്യം. അല്ലെങ്കിൽ നമുക്ക് ബീങ് നീഡ് എന്നും പറയാം. ബീങ് നീഡ് എന്ന് പറയാം. അങ്ങനെ ഷോർട്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അത് ബി നീഡാണെന്ന് പറയും. ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ എക്സ്ട്രാ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡീപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പോരായ്മ ആവശ്യവുമുണ്ട്, വളർച്ച ആവശ്യവുമുണ്ട്. ആദരിക്കപ്പെടുക വരെ ഏതാണ്? പോരായ്മ ആവശ്യമാണ്. അതിന് മുകളിലേട്ട് എന്താണ്? വളർച്ച ആവശ്യമാണ്, അല്ലെങ്കിൽ ഏതാണ്? ബി നീഡാണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കാഴ്ചയ്ക്ക് സാദൃശ്യമായവയെ ഒരു കൂട്ടമായി കാണുവാനുള്ള പ്രവണത നമുക്കുണ്ട്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ സിദ്ധാന്തം, ഗസ്റ്റാൾട്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജസ്റ്റാൾട്ട് എന്ന് പറയാനൊരു സുഖം ഉണ്ടായതുകൊണ്ട് ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞു പോകുന്നതാണ്. കാഴ്ചയ്ക്ക് സാദൃശ്യമായവയെ ഒരു കൂട്ടമായി കാണുവാനുള്ള പ്രവണത നമുക്കുണ്ട്. അത് ഏതിനകത്ത് വരും? തുടർച്ചാ നിയമമാണോ, സാമീപ്യ നിയമമാണോ, സാദൃശ്യ നിയമമാണോ, പരിപൂർത്തി നിയമമാണോ? അപ്പൊ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ സമഗ്രത നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇതിനകത്ത് ആൻസർ യഥാർത്ഥത്തിൽ വരുന്നത് സാദൃശ്യ നിയമമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. പിക്ചർ തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇതെന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ജസ്റ്റാൾട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജസ്റ്റാൾട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രതാ വാദമാണ്. ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ടേം ആണ്. ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ടേം ആണ്, ജർമ്മൻ പദമാണ്. ഈ ജസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് രൂപമെന്നോ ആകൃതി എന്നോ ഒക്കെയാണ്. രൂപം, ആകൃതി, ഇതാണ് ജസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ പറയുന്നത്? അതായത് ഭാഗങ്ങളുടെ
ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന വാദമാണ് സമഗ്രതാവാദം. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന സമയത്ത് അതിനെ അംശങ്ങളായിട്ട് നോക്കിക്കാണുന്നതിനേക്കാൾ ഫലപ്രദം എങ്ങനെയാണ്? അതിനെ സമഗ്രമായിട്ട് വീക്ഷിക്കുന്നതാണ് എന്ന് സിദ്ധാന്തിക്കുന്നതാണ് ഏത്? നമ്മുടെ സമഗ്രതാവാദം അല്ലെങ്കിൽ ജസ്റ്റാൾട്ടിസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അതല്ല, സമഗ്രത നിയമങ്ങളെ പറ്റിയാണ്. അപ്പൊ നമുക്ക് നോക്കാം സമഗ്രതാ നിയമങ്ങൾ. ഒന്നാമത്തേത് സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം. സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സാമ്യത, സിമിലാരിറ്റി. അതിന്റെ മറ്റൊരു പേരാണ് ഇത് സാദൃശ്യം. സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം അല്ലെങ്കിൽ എന്ത് പറയും? ലോ ഓഫ് സിമിലാരിറ്റി. ഇവിടെ എന്താ വരുന്നത്? ഒരേ രൂപസാദൃശ്യമുള്ളവയെ കൂട്ടങ്ങളായി കാണാനുള്ള പ്രവണതയാണ്. എന്താണ്? ഒരേ രൂപസാദൃശ്യമുള്ളവയെ കൂട്ടങ്ങളായി കാണുന്നു എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്? സമഗ്രതാ നിയമത്തിൽ ഒന്നാമത്തെ സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം. ഒരേ രൂപസാദൃശ്യമുള്ളവയെ പഠിച്ച് വെച്ചേക്കണം. ഒരേ രൂപസാദൃശ്യമുള്ളവയെ കൂട്ടങ്ങളായി കാണുന്നു. ഇത് നോക്കിക്കേ, ഇതിനെ നമ്മൾ ഒന്ന് വീക്ഷിക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ ചെറിയ കുറേ സർക്കിൾ ഉണ്ട് എന്നാണോ പറയുന്നത്? അതോ ഇതൊരു ഒരുമിച്ച് ഒരു കൂട്ടമായിട്ടാണോ നമ്മുടെ മനസ്സിൽ നമ്മൾ വീക്ഷിക്കുന്നത് അല്ലെ പെർസീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കൂടെ ഒരു കൂട്ടമായിട്ടാണ് പെർസീവ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ആ ഒരു സെൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഒരു കൂട്ടമായിട്ട് കാണാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇത് സെപ്പറേറ്റഡ് അല്ലേ? ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്താണ്? രൂപസാദൃശ്യമുണ്ട്. എന്നിരുന്നാൽ പോലും എന്താണ്? നമ്മൾ വീക്ഷിക്കുന്നത് ഒരു കൂട്ടമായിട്ടാണ്. അപ്പൊ ഒരേ രൂപസാദൃശ്യമുള്ളവയെ, രൂപസാദൃശ്യമേ ഉള്ളൂ, ഇത് ഒരുമിച്ചിരിക്കുന്നതല്ല, ഒരേ രൂപസാദൃശ്യമുള്ളവയെ ഒരു കൂട്ടമായി കാണാനുള്ള മനുഷ്യ മനസ്സിന്റെ പ്രവണതയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സാദൃശ്യ നിയമം. ഓർത്തു വെച്ചേക്കണം, ഒരേ രൂപസാദൃശ്യമുള്ളവയെ കൂട്ടങ്ങളായി കാണാനുള്ള പ്രവണതയാണ് ഏത്? ഈ പറയുന്ന സാദൃശ്യ നിയമം എന്ന് പറയുന്നത്. ഫിഗർ, ഈ ഫിഗറും പിവയ്ക്കുവാണ്. ഈ ഫിഗർ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് നിയമത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ നമുക്കത് പറയാനായിട്ട് അറിയണം. നെക്സ്റ്റ് സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. ഈ ടേമുകളും ഈ ഫിഗറുകളും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ആദ്യം പഠിച്ചത് സാദൃശ്യം, അടുത്തതാണ് സാമീപ്യം. സാമീപ്യം എന്ന് പറയുന്ന വേർഡ് മീനിങ്ങിന്റെ അർത്ഥം എന്താണ്? അടുത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. സാമീപ്യം എന്താണ്? അടുത്തിരിക്കുന്നത്. ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇവിടെ നോക്കിക്കേ, അടുത്തടുത്തുള്ളവയെ ഒരു കൂട്ടമായി കാണുന്നു. നമ്മൾ വെറുതെ ഡെഫിനിഷൻ പഠിച്ചു കഴിയുമ്പോൾ എന്താണ്? ആ കൂട്ടം എന്നുള്ള ടേമേ നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അതിനകത്ത് വരുന്ന ആ വേരിയേഷൻ എന്താണെന്ന് നോക്കിക്കോണം. ഇത് സാമീപ്യം എന്ന് കേൾക്കുന്ന ഉടനെ ആദ്യം അതിന്റെ അർത്ഥം അങ്ങ് ആലോചിക്കുക. ഏതാണ്? അടുത്ത്. സാമീപ്യം എന്താണ്? അടുത്ത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? അടുത്തടുത്തുള്ളവയെ അല്ലെങ്കിൽ അടുത്തടുത്തിരിക്കുന്നവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണതയാണ് ഏതെന്ന് പറയുന്നത്? സാമീപ്യ നിയമം. അടുത്തടുത്തുള്ളവയെ ഒരു കൂട്ടമായി കാണാനുള്ള മനുഷ്യ മനസ്സിന്റെ പ്രവണതയാണ് ഏത്? സാമീപ്യ നിയമം. ഇവിടെ നോക്കിക്കേ, ഇത് ഇത്രയും കൂടെ ഏകദേശം അടുത്തിരിക്കുകയാണ് അല്ലെ? ഒരേ രൂപസാദൃശ്യമുള്ളവയാണ്, അടുത്തടുത്താണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്? ഇത്രയും ഒരു കൂട്ടം, ഇത്രയും ഒരു കൂട്ടം, ഇത്രയും ഒരു കൂട്ടം, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വീക്ഷിക്കുന്നത്. അപ്പൊ അടുത്തടുത്തിരിക്കുന്നവയെ ഒരു കൂട്ടമായി കാണാനുള്ള മനുഷ്യ മനസ്സിന്റെ പ്രവണതയെ വിളിക്കുന്നതാണ് ഏത്? സാമീപ്യ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇംഗ്ലീഷ് ടേമും കൂടി ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ ഇംഗ്ലീഷ് ടേം മാത്രം തന്നിട്ടും നമ്മുടെ ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്നുള്ളതാണ്. എന്താണ്? സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം. ഇംഗ്ലീഷ് ആണെങ്കിൽ ലോ ഓഫ് ക്ലോഷർ എന്നാണ്. ലോ ഓഫ് ക്ലോഷർ, സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം. എന്താണെന്ന് നോക്കാം. ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണതയാണ്. ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണത. ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്.
ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇതൊരു സ്ക്വയർ ആണ്, ഇതെന്താണ്, ഇതൊരു സർക്കിൾ ആണ് എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇവിടെ ഡോട്ട് ഇട്ടാണ് വരച്ചേക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ മനുഷ്യ മനസ്സിന്റെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഇങ്ങനെ വിടവുകളോടെ വീക്ഷിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, പകരം വിടവുകൾ അടയ്ക്കാനായിട്ടുള്ള പ്രവണതയാണ് മനുഷ്യ മനസ്സിനുള്ളത്. അതായത് സമ്പൂർണമായിട്ട് നോക്കി കാണാനായിട്ടുള്ള ഒരു പ്രവണതയാണ് മനുഷ്യ മനസ്സിനുള്ളത്. വിടവുകൾ അടയ്ക്കാനായിട്ടുള്ള ഒരു പ്രവണത നമ്മുടെ മനസ്സിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു കംപ്ലീറ്റ് ഫിഗർ ആയിട്ടാണ് കാണുന്നത്. വിടവുകൾ അടയ്ക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ ആ പ്രവണതയെ വിളിക്കുന്ന പേരാണ് സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം എന്നുള്ളത്. നോക്കിക്ക്, ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണതയെ വിളിക്കുന്നതാണ് സമ്പൂർണ്ണ നിയമം, അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷർ. ഫിഗറും ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ്, തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി. അത് നമുക്കറിയാം. തുടർച്ചാ നിയമം, കണ്ടിന്യൂറ്റി, ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന തോന്നൽ. ഇത് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നത്? ഇങ്ങനെ ഒരു വരയുണ്ട്, അതിന്റെ തുടർച്ച അടുത്തതാണ്ട് ഇങ്ങനെ ഒരു വരയുണ്ട്, ഇങ്ങനല്ലേ തോന്നത്തോളൂ. ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ്. ഒരു പക്ഷെ ഇത് തുടർച്ച അല്ലെങ്കിലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാലോ, ഇങ്ങനെ ഒരു തുടർച്ചയാക്കാലോ. പക്ഷെ നമ്മൾ എങ്ങനെ കാണും? ഇതിനെ ഇങ്ങനെ, ഇതിന്റെ തുടർച്ചയാണ് ഇത്, അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയാണ് ഇത്. ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന തോന്നലിനെ വിളിക്കുന്നതാണ് ഇത് തുടർച്ചാ നിയമം. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന തോന്നലാണ് തുടർച്ചാ നിയമം. അടുത്തത് രൂപ പശ്ചാത്തല ബന്ധം. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഒരു വസ്തുവിനെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നതാണ് രൂപ പശ്ചാത്തല ബന്ധം. ഒരു വസ്തുവിനെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും വീക്ഷിക്കാം. ഇതൊരു ഫ്ലവർ വേസ് ആയിട്ട്, ഈ ബ്ലാക്ക് സ്പോട്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഫ്ലവർ വേസ് ആയിട്ട് വീക്ഷിക്കുന്നവരുണ്ട്. രണ്ട് മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നതായിട്ട് വേണമെങ്കിലും വീക്ഷിക്കാം, അല്ലെ? ഈ വൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രം നോക്കിക്കുക, ബ്ലാക്കിനെ ഒന്ന് മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നതായിട്ടും തോന്നും, അല്ലെ? അങ്ങനെയുള്ള അതിനെ വിളിക്കുന്നതാണ് രൂപ പശ്ചാത്തല ബന്ധം. ഒന്നിനെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നതാണ് രൂപ പശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ രണ്ടെണ്ണം ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സമഗ്രത അതിന്റെ ഘടകങ്ങളെക്കാൾ മഹത്തരമാണ്. പെരുമാറ്റത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. പാരമ്പര്യം പരിസ്ഥിതിയേക്കാൾ പ്രധാനമാണ്. പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ഒരു ധാരണ ഉള്ളയാൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സമഗ്രത എന്ന് കേൾക്കുന്ന ഉടനെ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്താണ് അത്? ജസ്റ്റാൾട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സമഗ്രതാവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഓപ്ഷൻ വരത്തില്ലെന്നറിയാം. പെരുമാറ്റത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, അത് മാസ്ലോയുടേതാണെന്ന് നമുക്കറിയാം. പാരമ്പര്യം പരിസ്ഥിതിയേക്കാൾ പ്രധാനമാണ്. വികാസ തത്വത്തിനകത്തൊക്കെ പഠിക്കുന്നതാണ് പാരമ്പര്യവും പരിസ്ഥിതിയെ പറ്റിയൊക്കെ. അടുത്തത് പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താനായിട്ട് കഴിയും. ഈ പ്രബലനം എന്ന ടേം മാത്രം കിട്ടിയാൽ മതി, ആരുടേതാണെന്ന് മനസ്സിലാവും. സ്കിന്നറുടെ അഭിപ്രായമാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അപ്പൊ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ എന്ത് പറയണം? പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ഈ സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പ്രബലന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ സ്കിന്നർ എന്ന് പറയുന്നത്. പ്രബലനം എന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് തിയറി. അപ്പൊ പ്രബലന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ സ്കിന്നറാണ്. അപ്പൊ പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ആരുടെ ടേം ആണെന്ന് ഓർക്കുക? സ്കിന്നറുടെ ടേം ആണെന്ന് ഓർത്തു വെച്ചേക്കുക. സ്കിന്നർ എലിയിലും പ്രാവിലും ഒക്കെ പരീക്ഷണം നടത്തിയ വ്യക്തിയാണ്. ഇനി
അദ്ദേഹത്തിന്റെ രണ്ട് കൺസെപ്റ്റുകളാണ് ധനപ്രബലനവും ഋണപ്രബലനവും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇത് ഒരു സിറ്റുവേഷൻ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന സമയത്ത് അത് ധനപ്രബലനമാണോ, ഋണപ്രബലനമാണോ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കിക്കേ, എന്താണ് ധനപ്രബലനം? ധനം കൂടുക, പോസിറ്റീവ് എന്നുള്ള രീതിയിൽ എടുക്കുക. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡിഷൻ എന്നുള്ള കൺസെപ്റ്റിലല്ലേ എടുക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഡെഫിനിഷൻ എന്താ തന്നേക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഒരു പ്രബലനം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രബലനം വീണ്ടും വീണ്ടും ഇങ്ങനെ ഡെഫിനിഷൻ ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രബലനം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏതാണ്? ധനപ്രബലനമാണ്. ഇവിടെ കുട്ടിക്ക് ആശ്വാസകരമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. സംതൃപ്തികരമായിട്ടുള്ള കൂട്ടിച്ചേർക്കൽ, അതാണ് ഇവിടെ അഡിഷൻ എന്ന് പറയുന്നത്. സംതൃപ്തികരമായിട്ടുള്ള കൂട്ടിച്ചേർക്കൽ എന്താണെന്ന് മനസ്സിലായി കാണത്തില്ല, പറയാം. ആദ്യം ഈ ടേമുകൾ പരിചയപ്പെടുക. എന്തൊക്കെയാണ്? ഒരു പ്രബലനം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആശ്വാസകരമായിട്ടുള്ള പ്രതികരണമാണ്, സംതൃപ്തികരമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ്. ഇപ്പൊ നമ്മുടെ അടുത്തൊരു സിറ്റുവേഷൻ തരുകയാണ്. ക്ലാസ്സിൽ ടീച്ചർ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്ത സമയത്ത് ഒരു കുട്ടി നന്നായിട്ട് അത് ചെയ്തുകൊണ്ട് വന്ന ആ പ്രവൃത്തി അല്ലെ ആ വർക്കിനെ, അവന്റെ ആ പ്രയത്നത്തെ ടീച്ചർ ഉറപ്പായിട്ടും എന്ത് ചെയ്ത് കാണും? ഒരു മോട്ടിവേഷൻ കൊടുത്തു കാണും അല്ലെ. ആ നല്ലതായിട്ട് ചെയ്തു, അല്ലെ ഗുഡാണ്, അവന്റെ വർക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബുക്കിനകത്ത് ഒരു സ്റ്റാറൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ടീച്ചർ ആ ഒരു അല്ലെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വിട്ട് കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? പിന്നീട് കൊടുക്കുന്ന ഓരോ പ്രവർത്തനവും എന്ത് ചെയ്യും? ഇതുപോലെ എനിക്ക് ആ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അപ്രീസിയേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ അവൻ വീണ്ടും അവന്റെ പ്രവൃത്തി നന്നാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രബലനം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആശ്വാസകരമായിട്ടുള്ള പ്രതികരണമാണ്. കാരണം കുട്ടിക്ക് ടീച്ചർ എന്താ പറഞ്ഞേക്കുന്നത്? ആ നല്ല കാര്യം, അല്ലെ നല്ലതാണ്, നല്ല വർക്കാണ്, നല്ലതുപോലെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതികരണം എന്താണ്? ആശ്വാസകരമായിട്ടുള്ള പ്രതികരണമാണ്. സംതൃപ്തികരമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് ഇവിടെ വന്നത്. അപ്പൊ പോസിറ്റീവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്? കൂട്ടിച്ചേർക്കലാണ്. സംതൃപ്തികരമായിട്ടുള്ള കൂട്ടിച്ചേർക്കൽ എന്ന് പറഞ്ഞാൽ ടീച്ചർ നല്ലതാണ് പറഞ്ഞത്, വീണ്ടും വീണ്ടും അതുകൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. സംതൃപ്തികരമായിട്ടുള്ള കൂട്ടിച്ചേർക്കൽ. ഈ ടേം ഓർത്ത് വെച്ചേക്കണം, ഇത് പഠിച്ചു വെച്ചേക്കണം. ഒരു പ്രബലനം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് ധനപ്രബലനമാണ്. സിറ്റുവേഷൻ തരാം. ഇതുപോലെ ക്ലാസ്സിൽ വർക്ക് കൊടുത്തു, കുട്ടി നന്നായിട്ട് ചെയ്തു, ടീച്ചർ അവനെ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെ മോട്ടിവേറ്റ് ചെയ്തു, അവൻ അപ്പോൾ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ എന്താണത്? ധനപ്രബലനമാണ്. അങ്ങനെയെങ്കിൽ ഋണപ്രബലനം എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ. അല്ലെങ്കിൽ ന്യൂനപ്രബലനം എന്ന് പറയും, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഋണപ്രബലനം, ന്യൂനപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്താണത്? ന്യൂനം അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് കേൾക്കുമ്പോൾ എന്തോ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. പോസിറ്റീവ് അല്ലെങ്കിൽ ധനപ്രബലനം എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തെങ്കിൽ. ഋണപ്രബലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് എന്തോ ഒന്ന് മാറ്റപ്പെടുകയാണ്, ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അസുഖകരമായിട്ടുള്ള കാര്യം ഒഴിവാക്കൽ. ഏതോ ഇഷ്ടപ്പെടാത്ത കാര്യം ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് എന്താ ഉണ്ടാകുന്നത്? ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഒഴിവാക്കലാണ്. എന്താ ഒഴിവാക്കുന്നത്? അസുഖകരമായിട്ടുള്ള, ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കാര്യം അവിടെ നിന്ന് ഒഴിവാക്കുന്നു. ഇപ്പൊ നമുക്ക് പറയാം, ഒരു സിറ്റുവേഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലാസ്സില് ബാക്ക് ബെഞ്ചിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടി അല്ലെ, പഠിപ്പിക്കുന്നതിനിടയിൽ അവൻ എപ്പോഴും എന്താണ്? ഏറ്റവും ലാസ്റ്റത്തെ ബെഞ്ചിലിരുന്ന് സംസാരമാണ്. അവന്റെ പെർമനന്റ് സീറ്റാണ് ഏതെന്ന് പറയുന്നത്? ഈ ലാസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത്. ഇത് കണ്ട ടീച്ചർ എന്ത് ചെയ്തു? അവനെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തി. അപ്പൊ ഒരിക്കലും അവിടെ അവൻ ശിക്ഷിക്കപ്പെടുക അല്ലെ പണിഷ്മെന്റ് എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. എന്താണ്? ബാക്ക് ബെഞ്ചിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടി, അവനെ പിടിച്ച് ടീച്ചർ എന്ത് ചെയ്തു? ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തി. അപ്പൊ അവന് സംസാരിക്കാൻ ഒരു മടി, ടീച്ചറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കാനായിട്ട് മടി. അവൻ എന്ത് ചെയ്തു? അവന്റെ സംസാരം നിർത്തി. അവൻ നല്ല കുട്ടിയായി. അവൻ ഇനി സംസാരിക്കത്തില്ല. കാരണം എന്താണ്? ടീച്ചർ ഇതേപോലെ
ചെയ്യും, അല്ലെ ടീച്ചർ എന്നെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തും, എന്റെ സീറ്റ് നഷ്ടപ്പെട്ടു, എന്റെ കൂട്ടുകാരുമായിട്ടുള്ള ചേർന്നിരുന്ന ആ സീറ്റ് നഷ്ടപ്പെട്ടു അല്ലെ, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ അവന്റെ സീറ്റിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതുകൊണ്ട് അവൻ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ സംസാരിക്കാതെ കുറച്ച് ദിവസം ഇരുന്നു. ഇപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, അവനെ തിരിച്ച് അവന്റെ പഴയ സീറ്റിൽ പോകാനായിട്ട് അനുവദിച്ചു. ഇവിടെ എന്താണ് ഒഴിവാക്കിയത്? അവന്റെ ആ സംസാരം, അവനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ ശീലം എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അപ്പൊ അവൻ സംസാരം നിർത്തിയപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, അവനെ പഴയ പൊസിഷനിൽ പോകാൻ അനുവദിച്ചു. അതുകൊണ്ട് ആശ്വാസകരമായിട്ടുള്ള പ്രതികരണമാണ്. ഇപ്പൊ ടീച്ചർ പറയുവാണ്, ഞാൻ നാളെ ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ ഇടുന്നു, 50 മാർക്കിനാണ്, അതില് 30 മാർക്ക് കിട്ടാത്ത കുട്ടികളെല്ലാം തന്നെ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരണം, തന്ന ക്വസ്റ്റ്യൻ ഫുള്ള് എംപോസിഷൻ എഴുതിക്കൊണ്ട് വരണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ കുട്ടിക്ക് എന്തുണ്ടാവും, എംപോസിഷൻ എഴുതാൻ വയ്യ. എംപോസിഷൻ എഴുതാൻ വയ്യാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യും, നല്ലതുപോലെ പഠിച്ചിട്ട് ഒരു 30 മാർക്ക് മേടിക്കും. അപ്പൊ അവന് എന്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ഇമ്പോസിഷൻ കൊടുക്കുന്നതിൽ നിന്ന്, ഇമ്പോസിഷൻ മേടിക്കുന്നതിൽ നിന്ന് അവനെ ഒഴിവാക്കപ്പെട്ടു. അതാണ് ഇവിടെ അസുഖകരമായിട്ടുള്ള കാര്യം ഒഴിവാക്കൽ എന്ന് പറയുന്നത്. പക്ഷേ കുട്ടിക്ക് എന്താണ്, ആശ്വാസകരമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പം ഋണപ്രബലനം എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടിയെ ശിക്ഷിക്കുകയാണെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. ഇങ്ങനെ അവന്റെ ഒരു ബിഹേവിയർ ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ഏതാണെന്ന് പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ഇതാണോ, അഹമാണോ, അത്യഹമാണോ? ഇവയെല്ലാം നമുക്ക് ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയാമെങ്കിൽ ഇത്തിരി എളുപ്പമുണ്ട് അല്ലെ, നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. എന്നാൽ അത് മലയാളത്തിലാക്കി ചോദിച്ചേക്കുന്നു. ഇത് അഹം, അത്യഹം. അഹം എന്ന് പറഞ്ഞാൽ ഈഗോയാണ്, അഹം നമ്മൾ പറയുന്ന ഈഗോ. അത്യഹം എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയാണ്. ഇനി ആൻസർ പെട്ടെന്ന് കിട്ടും. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഏതാണ്, അഹം ആണ്. ആ മലയാള ടേമും കൂടെ ഓർത്തു വെച്ചേക്കണം. ഈഗോ അല്ലെങ്കിൽ അഹമാണ്. ആരുടെ കൺസെപ്റ്റ് ആണിത്? ഇത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൺസെപ്റ്റ് ആണ്. ഏതെന്ന് പറയുന്നത് ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ബോധമനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ടേമാണ്, നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെതാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പം ID എന്ന് എഴുതും. മനുഷ്യ മനസ്സിലെ പ്രാകൃത വിചാര വികാര ശക്തി ഏതാന്ന് ചോദിച്ചാല് ഇതാണ്. മനുഷ്യ മനസ്സിലെ പ്രാകൃത വിചാര വികാര ശക്തിയാണ് ഏതെന്ന് പറയുന്നത് ഇത്. എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഇതാണ്. നമ്മുടെ മനസ്സിൽ നടക്കുന്ന അസാൻമാർഗികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇതാണ്. ആനന്ദ തത്വത്തില് അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ സുഖ തത്വത്തില് അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയും. പ്ലഷർ പ്രിൻസിപ്പിൾ ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതം, സുഖ തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഏത്? നമ്മുടെ ഇത്. മനുഷ്യ മനസ്സിലെ പ്രാകൃത വിചാര വികാര ശക്തിയാണ് ഏത്? ഇത്. എല്ലാ അസാൻമാർഗ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതാണ്? ഇതാണ്. ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതമാണ്, സുഖ തത്വത്തിൽ അധിഷ്ഠിതമാണ്. നമ്മളടുത്ത് ചോദിക്കും ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതം ഏതാണ്? ഇതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും സന്തോഷം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ആനന്ദപ്രാപ്തിയിൽ അധിഷ്ഠിതം എന്ന് പറയുന്നത്. അതായത് സന്തോഷം നേടിയെടുക്കാനായിട്ടുള്ള ആ മാർഗങ്ങൾ എങ്ങനെയാകണം എന്നില്ല. നല്ലതാകാം, ചീത്തയാകാം എന്നുള്ള വിചാരം ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്തേ ഉള്ളൂ? എനിക്ക് സന്തോഷം കിട്ടണം, എനിക്ക് ആനന്ദം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അതിൻ്റെ കാര്യങ്ങൾ, അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ഈ പറയുന്ന ആനന്ദം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ, ദോഷമാണോ, അല്ലെങ്കിൽ ദോഷമില്ലാത്തതാണോ എന്നൊന്നും ഇത് ചിന്തിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതം അല്ലെങ്കിൽ സുഖ തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇത്. ഇനി നെക്സ്റ്റ് ഈഗോ അല്ലെങ്കിൽ അഹം എന്താണെന്ന്. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ്. ഇനി യാഥാർത്ഥ്യ ബോധത്തില് അധിഷ്ഠിതമാണ്. അപ്പുറത്ത് നമ്മൾ എന്ത് പറഞ്ഞു?
പ്ലഷർ പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞു. ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ സുഖ തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് യാഥാർത്ഥ്യ ബോധത്തില് അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. റിയാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തില് അധിഷ്ഠിതമാണ്. അനന്തര ഫലങ്ങളെ കുറിച്ച് താക്കീത് നൽകുന്നത് ആരാണ്? ഈഗോയാണ്. ഇതങ്ങനെയാണോ? ഇല്ല. അനന്തര ഫലങ്ങളെ കുറിച്ച് ഇത് ചിന്തിക്കത്തേ ഇല്ല. കാരണം എന്താണ്? സന്തോഷം കിട്ടിയാൽ മതി. പക്ഷെ അത് ചിന്തിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഈഗോ അല്ലെങ്കിൽ അഹം. അനന്തര ഫലങ്ങളെ കുറിച്ച് താക്കീത് നൽകുന്നു. ഇനി മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരാളുടെ വ്യക്തിത്വത്തിന്റെ പാലകൻ ആരാന്ന് ചോദിച്ചാല് അത് നമ്മുടെ ഈഗോയാണ് അല്ലെങ്കിൽ അഹമാണ്. വ്യക്തിത്വത്തിന്റെ പാലകൻ ആരാണ്? അഹമാണെന്ന് ഓർത്തു വെച്ചേക്കോ. ഇത്രയും കാര്യങ്ങൾ അതിൽ യാഥാർത്ഥ്യ ബോധം എന്നുള്ളത് മറന്നു പോകുകയേ ചെയ്യരുത്. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് ഈഗോ അല്ലെങ്കിൽ അഹം. യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. അനന്തര ഫലങ്ങളെ കുറിച്ച് താക്കീത് നൽകുന്നു. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ആണ്. വ്യക്തിത്വത്തിന്റെ പാലകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈഗോ. ഇനി അടുത്തത് സൂപ്പർ ഈഗോയാണ്. അതാണ് അത്യഹോ എന്ന് പറഞ്ഞ് നമ്മൾ ഓപ്ഷനിൽ കണ്ടത്. ഈഗോയുടെ ഒരു പരിണിത രൂപമാണ് ഏതെന്ന് പറയുന്നത്? സൂപ്പർ ഈഗോ. ഈഗോയുടെ പരിണിത രൂപമാണ്. സാൻമാർഗിക ബോധത്തില് അധിഷ്ഠിതമാണ്. മോറൽ പ്രിൻസിപ്പിളില് അധിഷ്ഠിതമാണ്. സാൻമാർഗിക ബോധത്തില് അധിഷ്ഠിതമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സൂപ്പർ ഈഗോ. സാംസ്കാരിക ബോധത്തിൽ അധിഷ്ഠിതം. രണ്ടും ഒരേ കൺസെപ്റ്റ് ആണ്. സാൻമാർഗിക ബോധത്തിൽ അധിഷ്ഠിതം അല്ലെങ്കിൽ സാംസ്കാരിക ബോധത്തിൽ അധിഷ്ഠിതം, ആദർശ ബോധത്തിൽ അധിഷ്ഠിതം. ഈ 3 ടേമുകളും പരിചയപ്പെട്ടു വെച്ചേക്കണം. സാൻമാർഗിക ബോധം, സാംസ്കാരിക ബോധം, ആദർശ ബോധത്തിൽ അധിഷ്ഠിതമാണ് ഏത്? നമ്മുടെ സൂപ്പർ ഈഗോ. അടുത്ത ക്വസ്റ്റ്യൻ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി പഠിക്കാൻ എന്താണ്? പിന്നോക്ക അവസ്ഥയിലാണ്. പക്ഷേ കായിക പ്രവർത്തനങ്ങളിൽ അവൻ എന്തുണ്ട്? നല്ല ശേഷിയുണ്ട്. ആ നേട്ടത്തിലൂടെ അവൻ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണെന്ന് അറിയുമോ? അതാണ് അനുപൂരണം. ബാക്കി ഉദാത്തീകരണം, പ്രക്ഷേപണം, യുക്തീകരണം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഒരു കുട്ടിയുടെ ഒരു രംഗത്തുള്ള പോരായ്മ, പഠിക്കാൻ എന്താണ്? പിന്നോട്ടാണ്. പക്ഷേ അവൻ മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? അവൻ കായിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. അപ്പൊ ഒരു രംഗത്തുള്ള പോരായ്മ അവൻ മറികടന്നത് എങ്ങനെയാണ്? അവൻ മറ്റൊരു രംഗത്തുള്ള അവന്റെ ആ ഒരു നേട്ടത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? അനുപൂരണം എന്നാണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ഉദാത്തീകരണം എന്ന് പറയുന്നത് അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയാണ് ഉദാത്തീകരണം. ആദ്യം ഡെഫിനിഷൻ ഒന്ന് നോക്കുക. അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയ. ചിലപ്പോൾ ഡെഫിനിഷൻ തരണമെന്നില്ല. ഉദാത്തീകരണത്തിന് അസ്വീകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ. ഇപ്പൊ അതിന് മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത ധനാഢ്യന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അയാളുടെ നിശാബോധം ഒഴിവാക്കുന്നു എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് മക്കളില്ലാത്ത ധനാഢ്യൻ അയാള് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. സ്വന്തം കുഞ്ഞില്ല, അതുകൊണ്ട് ആ കാര്യങ്ങള് ഒരു നന്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സാമൂഹിക അംഗീകാരമുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹം തന്റെ നിശാബോധം ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഉദാത്തീകരണമാണ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അസ്വീകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഉദാത്തീകരണം. ഇനി അടുത്ത എന്താണ്? പ്രക്ഷേപണം. പ്രൊജക്ഷൻ എന്നൊക്കെ പറയും. ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി രക്ഷപ്പെടുന്ന തന്ത്രമാണ് പ്രക്ഷേപണം. ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്നു.
ഇതും സിറ്റുവേഷൻ ആയിട്ട് ചോദിക്കാം. അതായത് ഒരു കുട്ടി എടുത്ത് ചോദിക്കുകയാണ്, നീ എന്താണ് പരീക്ഷയിൽ തോറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല, ആ ടീച്ചർ നല്ലതുപോലെ പഠിപ്പിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ പഠിക്കാത്തത് കൊണ്ടല്ല, കുറ്റം ആരിൽ ഏൽപ്പിച്ചു? ഈ പറയുന്ന ടീച്ചറുടെ മുകളിൽ കെട്ടിവെച്ചു. അങ്ങനെയാണെങ്കിൽ അവന്റെ കുറ്റം മറ്റൊരാളുടെ മുകളിൽ കെട്ടിവെക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഇനി അടുത്ത യുക്തീകരണം വരുമ്പോ തിരിഞ്ഞു പോകരുത്. ഇതെന്താണ് പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ? എന്താണ്? എന്റെ കുറ്റം അല്ലെ എന്റെ പോരായ്മ, എന്റെ കഴിവുകേട് ഞാൻ മറ്റൊരാളുടെ മുകളിൽ എന്താണ് ചുമത്തുകയാണ്. അത് എന്റെ പോരായ്മയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. പകരം എന്താണ്? എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റാത്തത് അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മറ്റൊരാളിൽ ആ കുറ്റം ചാർത്തി കൊടുക്കുമല്ലേ. എന്റെ കഴിവുകേടാന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഇത് പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന തന്ത്രമാണ് ഇത് പ്രക്ഷേപണം. ഇനി അടുത്ത് തിരിഞ്ഞു പോകരുത്. അടുത്തെന്ന് പറയുന്നത് യുക്തീകരണമാണ്. ഈ പ്രക്ഷേപണവും യുക്തീകരണവുമാണ് നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്നത്. ഒരു വ്യക്തി തന്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പരീക്ഷയുടെ കേസ് തന്നെ എടുത്തേ. എന്താണ് നീ പരീക്ഷയിൽ നല്ലതുപോലെ മാർക്ക് വാങ്ങാഞ്ഞ് അല്ലെങ്കിൽ വിജയിക്കാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? പരീക്ഷയുടെ തലേന്ന് എനിക്ക് സുഖമില്ലായിരുന്നു, അല്ലെ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ എവിടെയെങ്കിലും പോയിരുന്നതാണ്, എനിക്കതുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറയാം. എന്നാ അവനൊന്ന് മുന്നേ പഠിച്ചു വെച്ചുകൂടെ? അപ്പൊ എന്താണ്? ഒരു കാരണങ്ങൾ വഴി, വെറുതെ ഒരു കാരണം വഴി ന്യായീകരിക്കുകയാണ്. നീ എന്താ അത് ചെയ്യാഞ്ഞെന്ന് ചോദിച്ചാല് കുറെ ഉപായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പ്രക്ഷേപണം ആകുമ്പോഴോ അവന്റെ കുറ്റം മറ്റൊരാളുടെ മുകളിൽ ചുമത്തുകയാണ്. എന്നാൽ യുക്തീകരണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവന്റെ ബലഹീനതയാണ്, കഴിവുകേടാണ്, അത് തെറ്റായ കാരണം വഴി ന്യായീകരിക്കുന്നതിനെയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് അനുപൂരണം? അതല്ലായിരുന്നോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് ഇത് അനുപൂരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു രംഗത്തുള്ള പോരായ്മ, ഇപ്പൊ നമുക്ക് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയണമെന്നില്ല അല്ലെ. പഠിക്കാൻ പുറകോട്ടായ എത്രയോ കുട്ടികൾ നല്ലതുപോലെ പാട്ട് പാടുന്ന കുട്ടികളുണ്ട്, എഴുതുന്ന കുട്ടികളുണ്ട് അല്ലെ. അപ്പൊ ആ പഠിക്കുക എന്നുള്ള അത് നമ്മളങ്ങ് മറക്കും. പക്ഷെ അവന്റെ നേട്ടം എങ്ങനെയാ മറ്റൊരു രീതിയിലാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പം ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് ഏതെന്ന് പറയുന്നത് അനുപൂരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥി ഏത് ഘട്ടത്തിലായിരിക്കും? വിശ്വാസവും അവിശ്വാസവും, ഊർജ്ജസ്വലതയും അപഹർഷതയും, ആഴത്തിലുള്ള അടുപ്പവും ഒറ്റപ്പെടലും, മുൻകൈയെടുക്കലും, കുറ്റബോധവും. ഇപ്പൊ എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടം, എറിക്സന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് മനോസാമൂഹിക വികാസ ഘട്ടം. ആ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തില് ഒരു പ്രൈമറി വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന്. അപ്പൊ എന്നിട്ട് പറയാണ് ഈ പറയുന്ന 4 എണ്ണം. അതിൽ ഏതാന്ന് ചോദിച്ചാല് ആൻസർ ഊർജ്ജസ്വലതയും അപഹർഷതയും എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നാൽ എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് ചെക്ക് ചെയ്യാം. വിശ്വാസവും അവിശ്വാസവും, അതായത് എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടത്തിലെ ആദ്യത്തെ ഘട്ടമാണ് വിശ്വാസവും അവിശ്വാസവും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സ്നേഹം, പരിചരണം, സുരക്ഷിതത്വം എന്നിവ ലഭിക്കണം, മറ്റുള്ളവരില് വിശ്വാസം വളരണം. ഇതൊക്കെയാണ് ഈ പറയുന്ന ഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ മനസ്സിൽ കാണുക. വെറും ചെറിയ കുഞ്ഞുങ്ങള്. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യത്തില്ല, ഈ അറിയാത്തവരുടെ കയ്യിലൊക്കെ വരത്തില്ല അല്ലെ. അവന് അമ്മ, അച്ഛൻ അല്ലെങ്കിൽ അവൻ എപ്പോഴും കാണുന്ന, എപ്പോഴും ഇടപഴകുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അവൻ ചെല്ലത്തുള്ളൂ. അല്ലാതെ അറിയാത്ത ആളുകൾ വിളിച്ചാൽ മിക്കവാറും കുട്ടികൾ എന്ത് ചെയ്യാറില്ല, പോകാറില്ല. കാരണം എന്താണ്? അവന് വിശ്വാസമില്ല. കാരണം അവൻ സുരക്ഷിതനായിട്ടിരിക്കുന്ന എവിടെയാണ്? അവന്റെ പാരൻസിന്റെ അടുത്താണ്, അല്ലെ അവന്റെ റിലേറ്റീവ്സിന്റെ അടുത്താണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ
സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത്, അല്ലെ അവനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അവൻ എന്ത് കൊടുക്കുന്നത്? സ്നേഹം കൊടുക്കുന്നത്. അവരോടാണ് അവൻ എന്തുള്ളത്? വിശ്വാസമുള്ളത്. അല്ലാത്തവരോട് എന്താണ്? അവിശ്വാസമാണ് എന്ന കൺസെപ്റ്റാണ്. സ്നേഹം, പരിചരണം, സുരക്ഷിതത്വം എന്നിവ ലഭിക്കണം. ഏത് ഘട്ടത്തിലാണ്? വിശ്വാസവും അവിശ്വാസവും. മറ്റുള്ളവരിൽ കുട്ടിക്ക് എന്തുണ്ടാകണം? വിശ്വാസം വളരണം. എന്നാലേ അവരുമായിട്ട് കുട്ടി ഇടപഴകത്തോളൂ. ഇനി അടുത്തെന്ന് പറയുന്നത് ഊർജ്ജസ്വലതയും അപകർഷതയും. ഊർജ്ജസ്വലത, അപകർഷത. ഇവിടെ എന്താണ് വരുന്നത്? അപകർഷതാ ബോധവും ഊർജ്ജസ്വലതയും 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. വയസ്സൊന്ന് ഓർത്ത് വെച്ചേക്കണേ. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഏത്? ഊർജ്ജസ്വലതയും അപകർഷതയും. ഇവിടെ എന്ന് പറയുന്നത് എറിക്സൺ സ്കൂൾ കുട്ടി എന്ന് വിശേഷിപ്പിച്ച ഘട്ടമാണ് ഏത്? ഈ പറയുന്ന ഊർജ്ജസ്വലതയും അപകർഷത എന്നുള്ളത്. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? എറിക്സൺ സ്കൂൾ കുട്ടി എന്ന് വിശേഷിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്ന പ്രായം ഏതാണ്? 6 വയസ്സ് മുതലാണ് അല്ലെ? അതിന് തൊട്ട് ബാക്കിലോട്ടുള്ള കാലഘട്ടത്തെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ LKG UKG ഒക്കെ വിടും. പക്ഷെ അത് സ്കൂളാണോ? അത് പ്രീ സ്കൂൾ ഏജ് ആണ്. സ്കൂൾ കാലഘട്ടം തുടങ്ങുന്ന എപ്പോഴാണ്? ഈ പറയുന്ന 1-ാം ക്ലാസ് മുതലാണ് അല്ലെ? 6 വയസ്സ് മുതലാണ് സ്കൂൾ കാലഘട്ടം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എറിക്സൺ സ്കൂൾ കുട്ടി എന്ന് വിശേഷിപ്പിച്ച ഘട്ടമാണ് ഊർജ്ജസ്വലതയും അപകർഷതയും. അവിടെ നമ്മടുത്ത് ചോദിച്ചത് എറിക്സന്റെ ഘട്ടത്തില് പ്രൈമറി കുട്ടി ഏത് ഇതിനകത്ത് ഉൾപ്പെടും എന്നല്ലേ ചോദിച്ചത്. അപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്? 1-ാം ക്ലാസ് മുതലല്ലേ നമ്മൾ പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞേക്കാണ് എറിക്സൺ സ്കൂൾ കുട്ടി എന്ന് വിളിച്ച ഘട്ടം ഏതാണ്? ഊർജ്ജസ്വലതയും അപകർഷതയും. അപ്പൊ ഈ വയസ്സ് അറിയാമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള ശേഷികളുടെ വികസനം എന്നുള്ളതും ഏത് ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? ഊർജ്ജസ്വലതയും അപകർഷതയും. ഏതാണ്? കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള ശേഷികളുടെ വികസനം. കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള ശേഷികളുടെ വികസനം എന്നുള്ളതും ഈ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ്, മുൻകൈ എടുക്കലും കുറ്റബോധവും. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് മുൻകൈ എടുക്കലും കുറ്റബോധവും. ഇനി ഇങ്ങനെയും ചോദിക്കും, എറിക്സന്റെ മനോസാമൂഹിക വികാസത്തിലെ 3ാമത്തെ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? മുൻകൈ എടുക്കലും കുറ്റബോധവുമാണ്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുൻകൈ എടുക്കലിനകത്ത് നിന്ന് ആ 3 എന്നുള്ള ടേം നമുക്ക് കിട്ടും. അത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. എറിക്സന്റെ ഘട്ടത്തില് പ്രീ സ്കൂൾ കുട്ടി ഉൾപ്പെടുന്ന ഘട്ടം തെറ്റിപ്പോവോ? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഏത് കിട്ടും? അത് പ്രീ സ്കൂൾ ഏജ് ആണ്. സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഉള്ള ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എറിക്സന്റെ ഘട്ടത്തില് പ്രീ സ്കൂൾ കുട്ടി ഉൾപ്പെടുന്ന ഘട്ടം ഏതാണ്? മുൻകൈ എടുക്കലും കുറ്റബോധവുമാണ്. പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനും പരാജയത്തെ നേരിടാനുമുള്ള കഴിവുകൾ വികസിക്കുന്ന ഘട്ടം. അതായത് ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ കുട്ടി എന്താണ്? അത് എടുത്തു ചാടി ചെയ്യാനായിട്ട് പോകും. ആ സമയത്ത് അവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാകും? കുറ്റബോധം ഉണ്ടാകും. അതാണ് മുൻകൈ എടുക്കലും കുറ്റബോധവും. പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനും അപ്പോൾ പരാജയം സംഭവിച്ചാൽ അതിനെ നേരിടാനുമുള്ള കഴിവുകൾ വികസിക്കുന്ന ഘട്ടമാണ് ഏത്? മുൻകൈ എടുക്കലും കുറ്റബോധവും. ഇതാണ് ഓർത്തു വെച്ചേക്കേണ്ടത്. എറിക്സന്റെ ഘട്ടത്തില് പ്രീ സ്കൂൾ കുട്ടി എന്നറിയപ്പെടുന്ന ഘട്ടം ഏത്? പ്രൈമറി സ്കൂൾ കുട്ടി എന്നറിയപ്പെടുന്ന ഘട്ടം ഏത്? ഈ 2 ക്വസ്റ്റ്യനും ഓർത്തു വെക്കുക. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി ഏതാണെന്ന്. നമ്മൾ ശൈശവം, ബാല്യം, കൗമാരം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ട്. ബാല്യത്തെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ആദ്യ ബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സംസാരിക്കാൻ പഠിക്കുന്നത്, സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്, കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത്, വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണികള് സ്വായത്തമാക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അന്ത്യബാല്യത്തില് പ്രകടം ആകാത്തത് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, എടുത്തു ചാടി ആൻസർ എഴുതരുത്. പ്രകടമാകുന്നതാണോ അല്ലെങ്കിൽ ആ ഘട്ടത്തിന്റെ പ്രത്യേകതയാണോ, ആ ഘട്ടത്തിന്റെ പ്രത്യേകത ആകാത്തതാണോ എന്ന് വ്യക്തമായിട്ട് നോക്കിയിരിക്കണം. ഇവിടെ എന്താണ്? അന്ത്യബാല്യത്തിന്റെ പ്രത്യേകത അല്ലാത്തതാ ചോദിച്ചേക്കുന്നത്. നമ്മള് ആദ്യം പഠിക്കുന്ന ശൈശവമാണ്. ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നമ്മൾ പോസ്റ്റ് നാറ്റൽ സ്റ്റേജിൽ പഠിക്കുന്ന ഏതാണ്? ശൈശവമാണ്. അതായത് ജനനത്തിന് ശേഷമുള്ള ഘട്ടം, ജനനാന്തര ഘട്ടത്തിലാണ് ഏത് വരുന്നത്? ശൈശവം, ബാല്യം, കൗമാരം ഇതൊക്കെ വരുന്നത്. അപ്പൊ അതില് ഈ പറയുന്ന ബാല്യകാലത്തെ
നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ആദ്യ ബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. ബാല്യം എന്ന് പറയുന്നത് ഏകദേശം 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളതാണ്. ശൈശവം എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ കുട്ടിയാണ്. ഏകദേശം ജനന സമയം മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് ശൈശവം എന്ന് പറയുന്നത്. ചെറിയ കുട്ടിയുടെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ കുട്ടിയുടെ ആ ഡെവലപ്മെന്റിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഓർക്കണം, അന്ത്യബാല്യത്തിലേക്ക് വരുമ്പം ഏകദേശം 12 വയസ്സൊക്കെ ആയില്ലേ, അന്ത്യബാല്യത്തിലേക്ക് വരുമ്പം കുട്ടിക്ക് കുറേ ഡെവലപ്മെന്റുകൾ ഉണ്ടാകും. മിക്കവാറും എല്ലാ ഡെവലപ്മെന്റുകളും എന്താണ് അവൻ ആർജിക്കുന്ന ഒരു സമയമാണ് ആ ഒരു അന്ത്യബാല്യം എന്ന് പറയുന്നത്. അപ്പൊ ആ വലിയ വലിയ കാര്യങ്ങളെല്ലാം അന്ത്യബാല്യത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. സംസാരിക്കാൻ പഠിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. കുട്ടി ശൈശവത്തിൽ തന്നെ എന്ത് ചെയ്യും? സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്, സംസാരിക്കാൻ പഠിച്ചു തുടങ്ങുന്നുണ്ട്. എപ്പോഴാണ്? ശൈശവത്തിൽ. അങ്ങനെ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെയെങ്കിൽ സംസാരിക്കാൻ പഠിക്കുന്നത് അന്ത്യബാല്യത്തിലാണോ? അല്ല, അവിടുന്ന് തന്നെ നമുക്ക് ആൻസർ ആകും. സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായിട്ടുള്ള നൈപുണികൾ സ്വായത്തമാക്കുന്നത് അന്ത്യബാല്യത്തിൽ സ്വായത്തമാക്കാൻ പറ്റുമല്ലോ. അതിനുള്ള ഒരു പ്രായം, അതായത് ഈ പറയുന്ന 12 വയസ്സ് വരെയുള്ള ഒരു ഏജിൽ അന്ത്യബാല്യത്തില് 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് അന്ത്യബാല്യം എന്ന് പറയുന്നത്. 9 വയസ്സ് മുതൽ ഏകദേശം 12 വയസ്സ് വരെയാണ് അന്ത്യബാല്യം എന്ന് പറയുന്നത്. ആ സമയത്ത് അവന് ഗെയിമുകൾ കളിക്കാനുള്ള നൈപുണികളൊക്കെ ആയിട്ടില്ലേ? കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത്. അന്ത്യബാല്യത്തിൽ അവൻ ഗ്യാങ്ങുകൾ വരെ രൂപീകരിക്കുന്നുണ്ട്. വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണികളൊക്കെ സ്വായത്തമാക്കുന്നത് എപ്പോഴാണ്? അന്ത്യബാല്യത്തിൽ ഇതെല്ലാം നേടുന്നുണ്ട്. പക്ഷേ സംസാരിക്കാൻ പഠിക്കുമെന്ന് വെച്ചാൽ പഠിക്കും. അത് ആ ഘട്ടത്തിലാണോ പഠിക്കുന്നത്? അല്ല, ശൈശവത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവന് ഭാഷകൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ പഠിക്കുന്നതാണ് ഇവിടെ വരാത്തത്, പ്രകടമാകാത്തത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ശൈശവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആശ്രിതത്വം, അഹം കേന്ദ്രീകൃത ചിന്ത, ശ്രദ്ധാദൈർഘ്യക്കുറവ്, അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. ഇപ്പൊ ശൈശവ അവസ്ഥയിലുള്ള കുട്ടിയുടെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആശ്രിതത്വം, അവൻ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അമ്മ, അച്ഛൻ, അങ്ങനെ അവന്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒരു ഡിപ്പെൻഡൻസി എവിടെ ഉണ്ടാകും? ശൈശവ അവസ്ഥയിൽ ഉണ്ടാകും. അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് എന്റെയാണ്, എന്റേത് മാത്രമാണ്, എന്റെ കളിപ്പാട്ടമാണ്, എന്റെ പാവയാണ് എന്നൊക്കെ പറയത്തില്ലേ? അതാണ് ഏത്? അഹം കേന്ദ്രീകൃത ചിന്ത. ചെറിയ കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയാണ്. അവർ പറയത്തില്ല ഞാൻ ആർക്കും തരത്തില്ല, അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യും? അവൻ കരയും. അപ്പൊ അഹം കേന്ദ്രീകൃത ചിന്ത. ശ്രദ്ധാദൈർഘ്യക്കുറവ്, നമുക്ക് ഒരു സമയം ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും അല്ലെ? പക്ഷെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരുപാട് നേരം ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനായിട്ട് കുട്ടികൾക്ക്, ശൈശവ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ശ്രദ്ധാദൈർഘ്യക്കുറവ് എന്ന് പറയുന്നത് ശൈശവത്തിന്റെ പ്രത്യേകതയാണ്. അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. എന്താണ് അമൂർത്ത ചിന്ത എന്ന് പറയുന്നത്? അതായത് മൂർത്ത ചിന്തയുമുണ്ട്, അമൂർത്ത ചിന്തയുമുണ്ട്. അല്ലെങ്കിൽ മൂർത്ത വസ്തുക്കളുമുണ്ട്, അമൂർത്ത വസ്തുക്കളുമുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പേന എന്ന് പറയുന്നത് മൂർത്ത വസ്തുവാണ്. കാരണം എന്താണ്? എനിക്കിതിനെ കാണാൻ പറ്റും, എനിക്കിതിനെ തൊട്ടു നോക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു കുഞ്ഞിനോട് ഇത് പേനയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എനിക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ അവൻ കണ്ട് മനസ്സിലാക്കി എന്താണ്? ഇതൊരു പേനയാണ്, ഇതിന്റെ കളർ ഇന്നതാണ്, ഇത് വെച്ച് എഴുതാൻ സാധിക്കും എന്നൊക്കെ എന്ത് ചെയ്യും? അവൻ ഇമാജിൻ ചെയ്യും, അവൻ ബിംബങ്ങള് ഉണ്ടാക്കും. പക്ഷെ ഞാൻ ചെന്നിട്ട് ഈ ഒരു ഏജിലുള്ള ശൈശവ അവസ്ഥയിലുള്ള കുഞ്ഞിനോട് ചെന്നിട്ട് ഞാൻ പറയുകയാണ്, മക്കളെ, സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രഹങ്ങളെ പറ്റി നമുക്ക് പഠിക്കാം, വലിയ ഗ്രഹം ഇന്നതാണ്, അല്ലെങ്കിൽ തിളക്കമുള്ളത് ഇന്നതാണ്, ചെറുത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടിക്ക് വല്ലതും മനസ്സിലാകുമോ? മനസ്സിലാവത്തില്ല. കാരണം എന്താണ്? അവൻ അതിനെപ്പറ്റി കണ്ടിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ആ കുഞ്ഞിനില്ല. അത്രയും ഏജേ അതിനുള്ളൂ. അപ്പൊ ഈ ഒരു ശേഷിക്കുറവ് ഏത് ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? ശൈശവത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അമൂർത്ത ചിന്തനത്തിലുള്ള ശേഷി ആർജിക്കുന്ന ഘട്ടം എപ്പോഴായിരിക്കും? അന്ത്യബാല്യത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് ആ ഒരു ശേഷി ആർജിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന അപ്പർ പ്രൈമറി തലത്തിലെ കുട്ടികൾക്കാണ് നമ്മൾ ആറ്റം, പ്രപഞ്ചം, ആൾജിബ്ര തുടങ്ങിയ ആ മേഖലകളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. കാരണം എന്താണ്? അതിനു മുന്നേ പഠിപ്പിച്ചാൽ അമൂർത്ത ചിന്തനത്തിലുള്ള ശേഷി കുട്ടികൾക്ക് ഉണ്ടാകില്ല. അപ്പൊ ഇവിടെ ശൈശവത്തിന്റെ പ്രത്യേകതയാണ് ഏത്? ആശ്രിതത്വം, അഹം കേന്ദ്രീകൃത ചിന്ത, ശ്രദ്ധാദൈർഘ്യക്കുറവ്, അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷി കുറവ്. അടുത്തത് ആദിബാല്യം. 3 മുതൽ 6 വയസ്സ് വരെ. നേരത്തെ പറഞ്ഞു ബാല്യത്തെ 3ആയിട്ട് തരംതിരിക്കുന്നു. ആദ്യ ബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. അതിനകത്ത് ആദ്യ ബാല്യത്തിനെ പറ്റിയാണ് പറയുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ.
അതിന്റെ പ്രത്യേകതയാണ് സചേതന ചിന്ത, ആനിമിസം എന്ന് പറയും. അതായത് ജീവികളുടെ പ്രത്യേകതകള് ജീവനില്ലാത്തവയിൽ ആരോപിക്കുന്നതാണ്, അല്ലെങ്കിൽ ജീവനില്ലാത്തവയ്ക്കും ജീവനുണ്ട് എന്ന ഒരു തോന്നലാണ് ഏതെന്ന് പറയുന്നത് സചേതന ചിന്ത. കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർ പാവ എടുത്തു വെച്ചിട്ട് ആഹാരം കൊടുക്കും, അതിന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കുളിപ്പിക്കും, ഡ്രസ്സ് ഇട്ട് കൊടുക്കും. അവൻ എന്താ ചിന്തിക്കുന്നത്? ആ പാവയ്ക്കും തൻ്റെ കൂട്ട് തന്നെ എന്തുണ്ട്, ജീവനുണ്ട് എന്നുള്ള ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ജീവനില്ലാത്തവയ്ക്കും ജീവനുണ്ട് എന്നുള്ള ഒരു തോന്നലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സചേതന ചിന്ത. പ്രീ ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്ന ഘട്ടമാണ് ആദ്യ ബാല്യം. കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ ഗ്യാങ്ങുകളൊന്നും കുട്ടി രൂപീകരിക്കുന്നില്ല. അവന് സംഘകളികളിലൊക്കെ താല്പര്യമുണ്ട്. സംഘകളികൾ എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, അല്ലെ അവന്റെ ചേട്ടൻ, അവരുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കളികളൊക്കെ കളിക്കുന്നത്. സംഘകളികളിൽ താല്പര്യമുണ്ട് എവിടെ? ആദ്യ ബാല്യത്തില്. പക്ഷെ അവൻ എന്ത് രൂപീകരിക്കുന്നില്ല? സമപ്രായക്കാരുമായിട്ട് കൂടിച്ചേർന്ന് ഗ്യാങ്ങുകൾ രൂപീകരിക്കുന്ന ഒരു ഘട്ടമല്ല ഏതെന്ന് പറയുന്നത് ആദ്യ ബാല്യം. അതുകൊണ്ട് തന്നെ പ്രീ ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്ന ഘട്ടമാണ് ഏത്? ആദ്യ ബാല്യം. പ്രീ സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നു. വയസ്സ് കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ്, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അതുകൊണ്ട് തന്നെ പ്രീ സ്കൂൾ കാലഘട്ടം എന്നും അറിയപ്പെടുന്നു. സംഘകളികളില് താല്പര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പര്യവേഷണ കാലം എന്നറിയപ്പെടുന്നു. എന്താണ് പര്യവേഷണ കാലം എന്ന് പറഞ്ഞാല്? ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും എന്താണ്, ജിജ്ഞാസ ഉണ്ടായിരിക്കും, അല്ലെ? അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. എന്തിനെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഡൗട്ട്, അതെന്താ അമ്മേ, ഇതെന്താ അമ്മേ എന്ന് പറഞ്ഞ് എപ്പോഴും എന്താണ്, പുറകെ നടക്കും. അവൻ കാണുന്ന ഓരോ കാര്യത്തെ പറ്റി അവൻ എന്തായിരിക്കും, ഡൗട്ടായിരിക്കും. അവൻ അതിന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതാണ് പര്യവേഷണ കാലം എന്ന് പറയുന്നത്. അന്ത്യബാല്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് അന്ത്യബാല്യത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. സചേതന ചിന്ത, പ്രീ ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്നു, പ്രീ സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്നു, സംഘകളികളിൽ താല്പര്യം, പര്യവേഷണ കാലം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് മധ്യബാല്യം. 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയാണ് മധ്യബാല്യം. അവിടെ കുട്ടിയിൽ സംഘബോധം ഉണ്ടാകുന്നുണ്ട്, യാഥാർത്ഥ്യ ബോധം. അതായത് അവൻ യുക്തിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. നമ്മൾ പറയുന്ന ആൻസർ യുക്തിപരമല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അതിനെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയുള്ളയൊക്കെ ശേഷികൾ വികസിക്കുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് മധ്യബാല്യം. അതായത് കുട്ടിയിൽ സംഘബോധം ഉണ്ടാകുന്നുണ്ട്, കൂട്ടുകാരൊക്കെ ചേർന്ന് ചെറിയ ചെറിയ കളികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്, യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ടുള്ള ശേഷി ഉണ്ടാകുന്ന ഘട്ടമാണ് ഏത്? ഈ പറയുന്ന മധ്യബാല്യം എന്ന് പറയുന്നത്. അടുത്തത് അന്ത്യബാല്യം. അന്ത്യബാല്യം എന്ന് പറയുമ്പം വയസ്സ് 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഏകദേശം പ്രായം വരും. അപ്പോഴത്തേക്കും കുട്ടി കുറച്ചും കൂടെ മുതിർന്നു, അല്ലെ? 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് UP സെക്ഷൻ, അപ്പർ പ്രൈമറി സ്റ്റേജിൽ എത്തിയ കുട്ടിയാണ്. ഇനി അവന് മിക്കവാറുമുള്ള എല്ലാ ശേഷികളും ഒക്കെ ആർജിച്ചെടുക്കാൻ പ്രാപ്തനായ ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ സ്കില്ലുകൾ അവന് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. സാമൂഹിക അവബോധം, ഉത്തരവാദിത്വ ബോധം, വിമർശന ബുദ്ധി, സമസംഘ പ്രവർത്തനം. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ് കുട്ടി ഗ്യാങ്ങുകൾ രൂപീകരിക്കുന്നത്. ഗ്യാങ് ഏജ് എന്നൊക്കെ നമുക്ക് പറയാം. സമസംഘ പ്രവർത്തനം. കുട്ടിയിലെ ശാസ്ത്രീയ ചിന്ത വളരുന്നുണ്ട്, വൈകാരിക സ്ഥിരതയുണ്ട്. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ വൈകാരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ അല്ല. കാരണം ഒരു വികാരത്തിൽ നിന്ന് പെട്ടെന്ന് അവൻ അടുത്തടുത്ത വികാരം വരും. ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ചെറിയ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? പെട്ടെന്ന് സന്തോഷിക്കും, അവൻ ചിരിച്ചു കാണിക്കും, അല്ലെ? പക്ഷെ ഇവിടെ അന്ത്യബാല്യത്തിലേക്ക് വരുമ്പം ഒരു കുട്ടി എന്തിനെങ്കിലും പിണങ്ങിയിരുന്നു കഴിഞ്ഞാല് ചിലപ്പോൾ ആ ദിവസം മൊത്തം പിണങ്ങിയിരിക്കും. കാരണം എന്താണ്? അവന്റെ വികാരങ്ങൾ ഇങ്ങനെ മാറി മറിയത്തില്ല. ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു സ്ഥിരതയുണ്ട്. അപ്പൊ വൈകാരിക സ്ഥിരത, അമൂർത്ത ചിന്തനത്തിലുള്ള ശേഷി ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടമാണ്. അമൂർത്ത ചിന്തനത്തിലുള്ള ശേഷി ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് അന്ത്യബാല്യം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ശൈശവത്തിൽ പറഞ്ഞു എന്താണ്? അമൂർത്ത ചിന്തനത്തിലുള്ള ശേഷി ഇല്ല എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും നോക്കിക്കേ, അന്ത്യബാല്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ പറഞ്ഞു? സാമൂഹിക അവബോധം, ഉത്തരവാദിത്വ ബോധം, വിമർശന ബുദ്ധി, സമസംഘ പ്രവർത്തനം, ശാസ്ത്രീയ ചിന്ത, വൈകാരിക സ്ഥിരത, അതുപോലെ അമൂർത്ത ചിന്തയ്ക്കുള്ള ശേഷി ഉണ്ടാകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2 പാത്രങ്ങളിൽ തുല്യ അളവിൽ പാൽ എടുക്കുന്നു. ഒരു പാത്രത്തിലെ പാൽ പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഏത് പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരന്ന പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ
പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏതു മാനസിക പ്രക്രിയ പരിമിതിയാണ് ഈ കുട്ടിക്ക് ഉണ്ടാകുക? നമ്മൾ പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് 4 ഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, അടുത്ത മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, ലാസ്റ്റ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. അങ്ങനെ 4 ഘട്ടത്തെ പറ്റിയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇനി ഓരോ ഘട്ടത്തിനകത്തും ഓരോരോ പ്രത്യേകതകൾ കുട്ടിക്കുണ്ട്. അതിൽ ഏതോ ഒരു ഘട്ടത്തിന്റെ പരിമിതിയാണ്, ഡ്രോബാക്ക് ആണ്, പോരായ്മയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ്? ഒരു 2 പാത്രങ്ങളിൽ തുല്യ അളവിൽ പാലെടുക്കുന്നു. 2 ഒരേപോലുള്ള പാത്രമാണെന്ന് കരുതുക. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഒരു പാത്രത്തിലെ പാല് പരന്നിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. പക്ഷെ എടുത്തത് എന്താണ്? 2ഉം ഒരേ ക്വാണ്ടിറ്റി ആണ്. പിന്നെ ഒരു പാത്രത്തിന്റെ ആകൃതി ഒന്ന് വ്യത്യാസപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടിയുടെ തോന്നൽ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ പാത്രത്തിൽ ഇരിക്കുന്ന പാല് കുറച്ചേ ഉള്ളൂ, ഈ പരന്ന പാത്രത്തിൽ ഇരിക്കുന്നതാണ് തോന്നിയും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാത്ത ഘട്ടം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ല, ആ ഒരു ഇല്ലാത്ത ഘട്ടമല്ല ചോദിച്ചേക്കുന്നത്, ആ ശേഷി ഇല്ലായ്മയെ പറയുന്ന പേരെന്താണെന്നാണ്. കൺസർവേഷൻ, സചേതനത്വം, പ്രത്യാവർത്തനം, അഹം കേന്ദ്രീകൃത ചിന്ത. അപ്പൊ ഇവിടെ ആ ഒരു ശേഷി, ആ ഒരു പരിമിതി എന്ന് പറയുന്നത് എന്താണ്? കൺസർവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. കൺസർവേഷൻ. അപ്പൊ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ പിയാഷെയുടെ ഘട്ടത്തിലെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ 2 പോരായ്മകളാണ്. കൺസർവേഷന് കഴിയില്ല, പ്രത്യാവർത്തനത്തിന് കഴിയില്ല. കൺസർവേഷന് കഴിയില്ല, റിവേഴ്സിബിലിറ്റിക്ക് കഴിയില്ല. പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ ഈ 2 പോരായ്മകള് അടുത്ത ഘട്ടത്തില് കുട്ടി ആർജിക്കുന്നുണ്ട്. അതായത് രൂപാത്മക മനോവ്യാപാര ഘട്ടത്തില് ആർജിക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട്, 3ാമത്തെ ഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് കൺസർവേഷന് കഴിയും, പ്രത്യാവർത്തനത്തിന് കഴിയും എന്ന് വരുന്നുണ്ട്. അപ്പൊ ആദ്യം എന്താണ്? 2ാമത്തെ ഘട്ടത്തില് ഈ ഒരു ശേഷി കുട്ടി ആർജിക്കുന്നില്ല. അപ്പൊ ചോദിക്കും, പിയാഷെയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ 2 പോരായ്മകൾ ഏതാണ്, പരിമിതി ഏതാന്ന് ചോദിച്ചാല് കൺസർവേഷന് കഴിയില്ല, പ്രത്യാവർത്തനത്തിന് കഴിയില്ല. അപ്പൊ എന്താണ് കൺസർവേഷൻ, എന്താണ് പ്രത്യാവർത്തനം? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസർവേഷൻ. ഏതെങ്കിലും ഒരു വസ്തു രൂപാന്തരണത്തിന് വിധേയമാക്കിയാലും അവയ്ക്ക് പഴയ അളവ് തന്നെ ഉണ്ടെന്ന ധാരണ ആണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തു രൂപാന്തരണത്തിന് വിധേയമാക്കിയാലും, അതായത് ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ഗ്ലാസ്സിലെ പാല് പരന്ന പാത്രത്തിൽ ഒഴിച്ചു, അപ്പൊ ഈ ഗ്ലാസ്സിന് എന്ത് ചെയ്തു? നമ്മള് രൂപമാറ്റം വരുത്തി. പക്ഷേ അങ്ങനെ രൂപമാറ്റം വരുത്തിയാലും അതിനുള്ളിലെ കണ്ടന്റിന് വ്യത്യാസം വരത്തില്ല എന്ന ധാരണയാണ് എന്ന് പറയുന്നത് കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൺസർവേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടമുണ്ട്, കൺസർവേഷൻ ഡെവലപ്പ് ചെയ്യാത്ത ഘട്ടവുമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദിച്ചത് ഏതെങ്കിലും ഒരു വസ്തു രൂപാന്തരണത്തിന് വിധേയമാക്കിയാലും അവയ്ക്ക് പഴയ അളവ് തന്നെ ഉണ്ടെന്നുള്ള ധാരണ, അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ കൺസർവേഷൻ ആണ്. അത് ഡെവലപ്പ് ചെയ്യാത്ത ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം. അത് ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടമാണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം. ഘട്ടത്തിന് പല പേരുകളുണ്ട്, അതാണ് ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ്, പ്രത്യാവർത്തനം. പ്രത്യാവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് പ്രത്യാവർത്തനം. ആ ശേഷിയും പ്രാക് മനോവ്യാപാര ഘട്ടത്തില് കുട്ടിക്കില്ല. അതുകൊണ്ടാണ് പ്രത്യാവർത്തനവും അവിടുത്തെ പരിമിതിയായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, രാമന്റെ ഭാര്യയാണ് സീത എന്ന് പറഞ്ഞു കൊടുക്കുവാന്ന് വിചാരിക്കുക. രാമന്റെ ഭാര്യയാണ് സീത. അപ്പൊ കുട്ടിയെടുത്ത് നമ്മൾ തിരിച്ചു നോക്കി, രാമന്റെ ആരാ സീത? ഭാര്യ എന്ന് അവൻ പറയും. തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ, തിരിച്ചവനോടൊന്ന് ചോദിച്ചു നോക്കിയേ, സീതയുടെ ആരാ രാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭർത്താവാണെന്ന് പറയാൻ അറിയത്തില്ല. അപ്പൊ വൺ സൈഡ് റിലേഷൻ പറയാൻ അറിയാം, തിരിച്ച് ചിന്തിക്കാനായിട്ടുള്ള ശേഷിയില്ല. അതാണ് ഏതെന്ന് പറയുന്നത് പ്രത്യാവർത്തനം എന്ന് പറയുന്നത്. ഇനി എന്താണ് സചേതനത്വം? ഈ സചേതന ചിന്ത എന്ന് പറയുന്നതും പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ആ ഘട്ടത്തിലുള്ള പ്രത്യേകതയാണ് സചേതനത്വം എന്ന് പറഞ്ഞാൽ സചേതന ചിന്ത. ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളവയുടേത് പോലുള്ള ഗുണങ്ങളുണ്ട് എന്ന സങ്കല്പമാണ് സചേതനത്വം എന്ന് പറയുന്നത്. എന്താണ്? ജീവനില്ലാത്തവയ്ക്കും
ജീവനുള്ളവയുടെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ഏത്? സചേതന ചിന്ത. ഇനി അടുത്തത് അഹം കേന്ദ്രീകൃത ചിന്ത. അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നത് സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കി കാണാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്നതാണ് അഹം കേന്ദ്രീകൃത ചിന്ത. അതും പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അഹം കേന്ദ്രീകൃത ചിന്ത എന്താണ്? സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കി കാണാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? അഹം കേന്ദ്രീകൃത ചിന്ത. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എനിക്കൊരു പോരായ്മയുണ്ട്, എന്റെ വലിയൊരു പോരായ്മയാണ്, എന്തോ ഒരു പോരായ്മയുണ്ട്. ഒരു പോരായ്മ നമ്മുടെ മനസ്സിൽ കാണുക. ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ മുന്നിലുള്ള ആൾക്കാർക്കെല്ലാം ഇതേ പോരായ്മയാണുള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണോ കാണേണ്ടത്? ഇപ്പൊ നമുക്കറിയാം വ്യക്തി വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെയും പോരായ്മ എന്ന് പറഞ്ഞാൽ ഓരോന്നായിരിക്കും അല്ലെ. ചിലർക്ക് വീടില്ല, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് എന്താണ് പൈസയില്ല. അങ്ങനെ ഓരോരോ അവസ്ഥകളാണ് ഓരോരുത്തർക്കുള്ളത്. അപ്പൊ എൻ്റെ പോരായ്മ തന്നെയാണ് മറ്റുള്ളവർക്കും എന്ന് ഞാൻ ചിന്തിച്ചാൽ എന്താണ്? മറ്റുള്ളവരുടെ കണ്ണിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഈ ലോകത്തെ നോക്കി കാണുന്നില്ല. ഞാൻ എൻ്റെ കണ്ണിലൂടെ മാത്രമാണ് എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നത്. എനിക്ക് എന്തില്ല അത് മറ്റുള്ളവർക്കും ഇല്ല, എനിക്ക് എന്തുണ്ട് അത് അവർക്കും ഉണ്ട് എന്നുള്ള ഒരു ധാരണയാണ് ഏത്? അഹം കേന്ദ്രീകൃത ചിന്ത. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കി കാണാനുള്ള കഴിവില്ലായ്മ. അടുത്ത ക്വസ്റ്റ്യൻ, വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് വികാസ തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തതാണ് വേണ്ടുന്നത്. ഓപ്ഷൻ, വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. വികാസം ഗുണാത്മകമാണ്. വികാസഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എഴുതണമെങ്കിൽ വികാസ തത്വങ്ങൾ എത്ര എണ്ണമുണ്ട് അത് മൊത്തവും നമ്മൾ ബൈഹാർട്ട് ആയിരിക്കണം, എന്നാലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. എന്നാലും നോക്കാം. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ പരിപക്വനം, മെച്യൂരിറ്റി, അതുപോലെ പഠനം. വികാസത്തെ സ്വാധീനിക്കില്ലേ? അടുത്തത്, വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എനിക്ക് വളർച്ചയില്ല എന്ന് കരുതുക, അല്ലെ എനിക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള ഡിസബിലിറ്റി ഉണ്ട് എന്ന് കരുതുക. വളർച്ചയില്ലെങ്കിൽ എനിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകത്തില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാകൂ എന്ന് പറയാൻ പറ്റുമോ? വളർച്ചയില്ലെങ്കിലും നമുക്ക് എന്തുണ്ടാകും? ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഇവിടുന്ന് തന്നെ മനസ്സിലായി ഇതെന്താണ്? വികാസ തത്വത്തിൽ വരുന്നതല്ല. നമുക്ക് എന്ത് പറയാം? നമുക്ക് വളർച്ച ഇല്ലെങ്കിലും നമുക്ക് എന്തുണ്ടാകും? ഡെവലപ്മെന്റ് ഉണ്ടാകും. വളർച്ച ഉണ്ടെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഈ വികാസ പ്രക്രിയയിലെ ഒരു ഘടകം മാത്രമാണ് ഏത്? വളർച്ച എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. വികാസം ഗുണാത്മകമാണ്. ആണോ? അതിനൊരു ക്വാളിറ്റി ഇല്ലേ? വികാസം എന്ന് പറയുന്നത് ഗുണാത്മകമാണ്. വളർച്ച എന്ന് പറയുന്നത് ഗണാത്മകമാണ്. നമുക്ക് ഗണിക്കാൻ പറ്റുന്നതാണ്, അളക്കാൻ പറ്റുന്നതാണ്. പക്ഷെ വികാസം എന്താണ്? ഗുണാത്മകമാണ്. വികാസഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് കരുതുക. അപ്പൊ അത് എൻ്റെ മറ്റുള്ള വികാസത്തെ ബാധിക്കത്തില്ലേ? ആ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഏതെങ്കിലുമൊക്കെ വികാസത്തെ സ്വാധീനിക്കും അല്ലെ? ഒരു പക്ഷേ ഇപ്പം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഓരോ പരിമിതികളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കുന്നതിൽ പരിമിതികളുണ്ട്. അങ്ങനെ നമ്മുടെ വികാസം എന്ന് പറയുന്നത് മറ്റുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഭിന്നശേഷിക്കാരനായിട്ടുള്ള അല്ലെ അംഗവൈകല്യമുള്ള ഒരു കുട്ടിക്ക് മറ്റു കുട്ടികളെ പോലെ പ്രീ സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവന് അക്ഷരങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല. സ്കൂളിൽ ചെന്ന സമയത്ത്, അതായത് സ്കൂൾ ഏജിൽ 1ാം ക്ലാസ്സിലൊക്കെ ചെന്ന സമയത്ത് മറ്റു കുട്ടികളെ പോലെ അവൻ എഴുതാനും വായിക്കാനും കഴിയുന്നില്ല. അത് കുട്ടിയുടെ വികാസ തത്വത്തിൽ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ ആ പോരായ്മ കൊണ്ട് അവന് ഭാഷാ വികാസം എന്ത് ചെയ്തില്ല? ഭാഷാ വികാസം സ്വായത്തമായില്ല, അല്ലെ അക്ഷരങ്ങളൊക്കെ എഴുതാൻ അവൻ പഠിച്ചില്ല. അപ്പൊ നമ്മുടെ ഓരോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ തെറ്റായിട്ട് തോന്നിയത്, ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. ഇനി ഓപ്ഷനിൽ നോക്കിക്കേ.
ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? അത് ക്ലിയർ ആയിട്ട് എടുത്ത് എഴുതണം. 2 മാത്രം. ഇവിടെ ചോദിച്ചത് എന്താണ്? വികാസത്തെ സംബന്ധിച്ച് ശരി അല്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്ത ഒരേ ഒരു പ്രസ്താവനയേ ഉള്ളൂ. ആ പ്രസ്താവന ഏതാ? രണ്ടാമത്തെയാന്ന് പറഞ്ഞിട്ട് ബി ഓപ്ഷൻ കറുപ്പിക്കരുത്. എങ്ങനെയാണ്? ഈ 2 മാത്രം എന്നുള്ള സി ഓപ്ഷൻ ആണ്. അങ്ങനെ എഴുതുമ്പോഴും നമുക്ക് ആൻസർ തെറ്റാറുണ്ട്. പെട്ടെന്ന് ചാടി കയറി ആൻസർ എഴുതാൻ നോക്കരുത്. അപ്പൊ ഏതൊക്കെയാണ് വികാസ തത്വങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടണം. വികാസം അനസ്യൂതമാണ്, അതായത് വികാസം കണ്ടിന്യൂസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഗർഭധാരണം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. വികാസം എപ്പോൾ തുടങ്ങുമെന്ന് വെച്ചാൽ ജനനം മുതലല്ല, പ്രീ നേറ്റൽ സ്റ്റേജ് മുതൽ, ജനന പൂർവ്വഘട്ടം മുതൽ തന്നെ നമുക്ക് എന്ത് നടക്കുന്നുണ്ട്? വികാസം നടക്കുന്നുണ്ട്. അപ്പൊ വികാസം അനസ്യൂതമാണ്, കണ്ടിന്യൂസ് ആണ്. വികാസം ഗതി നിയമം പാലിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ സെഫാലോകോഡൽ സീക്വൻസും പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ വികാസം ഗതി നിയമം പാലിക്കുന്നു. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. വികാസം സഞ്ചിതമാകുന്ന ക്രമമൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് കടക്കുന്നു, അതായത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണ്. സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് കടക്കുന്നു. ഇതെല്ലാം ആ തത്വത്തിന്റെ പേര് മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. വികാസം അനസ്യൂതമാണ്, വികാസം ഗതി നിയമം പാലിക്കുന്നു, വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്, വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. അടുത്തത് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അടുത്തത് വികാസം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. നമ്മുടെ എല്ലാ ഡെവലപ്മെന്റും ഇങ്ങനെ ഒരേ സമയം തന്നെ എന്താണ് നടന്നു പോകുന്നുണ്ട്. അതിന്റെ പരിപൂർത്തി എത്തുന്ന സമയത്ത് അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ വികാസം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ്. വികാസം എന്താണ്? നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസമാകുമ്പോൾ കുട്ടിക്ക് പല്ല് മുളയ്ക്കേണ്ടതാണ്, 1 വയസ്സാകുന്ന സമയത്ത് കുട്ടി നടക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. ഈ പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഡെവലപ്മെന്റ് അല്ല, അറിവ് സമ്പാദിക്കുക എന്ന് മാത്രമല്ല, കുട്ടിയുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളും അല്ലെ, കുട്ടി കമന്ന് വീഴുന്നതും കഴുത്ത് പൊക്കുന്നതും പല്ല് മുളയ്ക്കുന്നതും അതുപോലെ തന്നെ നടക്കുന്നതും മുട്ടുകാൽ എഴയുന്നതും എല്ലാം എന്താണ്? കുട്ടിയുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവചിക്കാനായിട്ട് സാധിക്കും. വികാസത്തിന്റെ ഗതിയില് വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവർക്കും വികാസം ഒരുപോലെയല്ല. വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ തത്വങ്ങൾ അറിഞ്ഞിരുന്നാൽ ഏറെക്കുറെ ആൻസറുകൾ നമുക്ക് ഇതേപോലുള്ളത് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയെയാണെന്ന്. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇൻവെന്ററി, സർവേ മെത്തേഡ്, കേസ് സ്റ്റഡി. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് സാമൂഹിക സൂക്ഷ്മദർശിനി? അത് കേസ് സ്റ്റഡിയാണ് സാമൂഹിക സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്നത്. കേസ് സ്റ്റഡിയുടെ മലയാളമാണ് ഏക വ്യക്തി പഠനം. ഏക വ്യക്തി പഠനം. സാമൂഹിക സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡിയുടെ മറ്റൊരു പേരെന്താണ്? ഏക വ്യക്തി പഠനം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ തന്ന ഓപ്ഷൻസ് എല്ലാം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്. സ്കൂളുകളിൽ സൂക്ഷിക്കേണ്ട രേഖ തന്നെയാണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്. എന്താണ്? ഒരു കുട്ടിയുടെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ലിഖിതമാക്കി വയ്ക്കുന്നതാണ് സഞ്ചിത രേഖ. ഒരു കുട്ടിയുടെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ലിഖിതമാക്കി വെക്കുന്നത്. ഈ സഞ്ചിത രേഖ എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങളും അതിൽ കാണും. അവൻ ആ സ്കൂളിൽ വന്ന അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും, ആദ്യം മുതലുള്ള ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏക വ്യക്തി പഠനം എന്ന് പറയുന്നത്? ഒരു കുട്ടിയുടെ ഒരു പ്രത്യേക പ്രശ്നത്തിന്റെ ആഴത്തിലുള്ള പഠനമാണ്. ഒരു കുട്ടിയുടെ ഒരു പ്രത്യേക പ്രശ്നത്തിന്റെ ആഴത്തിലുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത്
കേസ് സ്റ്റഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏക വ്യക്തി പഠനം. തിരിഞ്ഞു പോകരുത്. സഞ്ചിത രേഖ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കും. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവന്റെ ഏതെങ്കിലും ഒരു കേസിന്റെ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ആഴത്തിലുള്ള പഠനമാണ് കേസ് സ്റ്റഡി. എന്താണ് സർവേ രീതി? സർവേ എടുക്കുന്ന എപ്പോഴാണ്? നമുക്ക് ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്ത സമയത്ത് നമ്മൾ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ട് വരുമ്പോഴാണ് നമ്മൾ സർവേ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെയെങ്കിൽ സർവേ രീതി എന്താണ്? ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? സർവേ എന്ന് പറയുന്നത്. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തില്, ഒരു പ്രത്യേക ഗ്രൂപ്പില് നിലനിൽക്കുന്ന കുട്ടികളുടെ സ്വഭാവക്രമത്തെ പറ്റി പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? സർവേ രീതി. എന്ത് ഓർത്തു വെച്ചാൽ മതി? ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്? കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഇത് മറന്നു പോകരുത്. ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ സംഭവ വിവരണ രേഖ എന്ന് കണ്ടാലും ഇത് തന്നെയാണ്. ഏതാണ്? സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ്. ഇവിടെ എന്താ ആൻസർ പറഞ്ഞേക്കുന്നേ? കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതെന്ന്. അതെന്താ അവിചാരിതമായിട്ടുള്ളത്? ഈ അനക്ഡോട്ടൽ എന്നുള്ളതിൽ നിന്ന് നമ്മൾ അതിന് അനക്ഡോട്ടൽ, ആ എക്കും സിക്കും ആ ഡിക്കും ഒന്ന് സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പറഞ്ഞേ. അനക്ഡോട്ടൽ ആക്സിഡന്റലി സംഭവിക്കുന്നത് എന്നാക്കി കൊടുത്താൽ മതി. എങ്ങനെയാണ്? ആക്സിഡന്റലി സംഭവിക്കുന്നത്, അവിചാരിതമായിട്ടുണ്ടാകുന്നത്, ആക്സിഡന്റലി സംഭവിക്കുന്നത്. അതായത് നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കുട്ടിയിൽ നിന്നൊരു ബിഹേവിയർ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് രേഖപ്പെടുത്തി വെക്കുന്നു. അതാണ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ, കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി മറിഞ്ഞു വീണ് മുറിവ് പറ്റിയപ്പോൾ അവന്റെ കൂട്ടുകാരൻ കാണിച്ച സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടൽ ആ കുട്ടിയല്ല രക്ഷിച്ചു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻ തന്നാൽ എന്താണ്? നമ്മൾ ആ കുട്ടിയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല, അവൻ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവൻ എന്ത് ചെയ്തു? ഇങ്ങനൊരു സംഭവം, ഒരു നല്ല കാര്യം ചെയ്തു. അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കും. അതാണ് ഏത്? ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ സംഭവ വിവരണ രേഖ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി. ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ സ്വീകരിച്ച തന്ത്രം എന്താണെന്ന്? ആശയദാന മാതൃകയാണോ? സംവാദാത്മക പഠനമാണോ? കണ്ടെത്തൽ പഠനമാണോ? പ്രതിക്രിയ അധ്യാപനമാണോ? ക്വസ്റ്റ്യൻ എന്താ? 2 വട്ടം വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. സംഗീത ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളെ 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്തു? കുട്ടികൾക്ക് ഒരു ലേഖന ഭാഗം നൽകി. ഈ ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം കൊടുക്കുകയാണ്. എന്നിട്ട് കുട്ടികളോട് എന്തു പറഞ്ഞു? പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഈ ലേഖന ഭാഗം ടീച്ചർ ഇപ്പൊ കൊടുത്തതാണ്. അത് കുട്ടിക്ക് വായിച്ചു നോക്കണ്ടേ? എന്നാലല്ലേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റൂ. അതുപോലെ ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ പ്രയോഗിച്ചത് എന്താണെന്ന്? ആശയദാന മാതൃകയാണോ? ആശയദാന മാതൃക എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ പറ്റിയുള്ള പൊരുത്തമുള്ളതും പൊരുത്തമില്ലാത്തതുമായിട്ടുള്ള ഉദാഹരണങ്ങൾ നൽകിയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കറക്റ്റായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് ആശയദാന മാതൃക എന്ന് പറയുന്നത്. സംവാദാത്മകം, സംവാദത്തെ ഓർത്താൽ മതി. ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തി അന്യോന്യം നടത്തുന്നതാണ് സംവാദം എന്ന് പറയുന്നത്. കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്, കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കുന്നതാണ്. ബ്രൂണറുടെ കൺസെപ്റ്റാണ് ആശയദാന മാതൃകയും കണ്ടെത്തൽ പഠനവും. പ്രതിക്രിയ അധ്യാപനം, അത് വൈഗോട്സ്കിയുടെ കൺസെപ്റ്റാണ് പ്രതിക്രിയ അധ്യാപനം. അപ്പൊ നമുക്ക് ഏതാണെന്ന് മനസ്സിലാവും. ഇവിടെ ഈ ലേഖനമൊക്കെ വായിച്ച് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടികളിൽ ഏത് ശേഷിയാണ് വികസിക്കുന്നത്?
വായനാശേഷിയാണ് വികസിക്കുന്നത്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് പ്രതിക്രിയ അധ്യാപനം എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രതിക്രിയ അധ്യാപനം എന്നുള്ള ആൻസർ വന്നത്? എന്താണ് പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നത്? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. ഓർത്തു വെച്ചേക്കണം. പ്രതിക്രിയ അധ്യാപനം എന്ന് കേട്ട് കഴിഞ്ഞാല് അത് വായനാ പരിശീലനം നൽകുന്നതിനായിട്ടാണ്. ഇതിനാണ് വായനാ പരിശീലനം നൽകുന്നതിനായിട്ടാണ്. പ്രതിക്രിയ അധ്യാപനം എന്താണ്? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് ഇത് പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ആരുടെ കൺസെപ്റ്റ് ആണ്? വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ്. ഇനി വൈഗോട്സ്കിയെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഓർക്കേണ്ടുന്നതാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. അതായത് ഒരു കുട്ടിക്ക് സ്വന്തം കഴിവ് ഉപയോഗിച്ച് എത്തിച്ചേരാവുന്ന തലവും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന തലവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെ, ആ ഒരു അന്തരത്തെ വിളിക്കുന്ന പേരാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഏതാണ്? ZPD എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം ഉണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത്, കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിങ് എന്ന് പറയും. ഇതാണ് കൈത്താങ് നൽകുക അല്ലെങ്കിൽ സ്കഫോൾഡിങ് നൽകുക എന്ന് പറഞ്ഞാല് കൂടുതൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ബൗദ്ധിക നിലയിൽ തന്നേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരാൾക്ക് നൽകുന്ന സപ്പോർട്ടിനെയാണ് കൈത്താങ് എന്ന് പറയുന്നത്. കൂടുതൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയല്ലേ ഒരു വ്യക്തി ഭൗതിക നിലയിൽ തന്നേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരാൾക്ക് നൽകുന്ന സപ്പോർട്ടിനെ, അത് ടീച്ചർ തന്നെ ആവണമെന്നില്ല, കുട്ടികൾ തന്നെയും ആകാറുണ്ട്. അതാണ് കൈത്താങ്. അപ്പൊ ഈ ടേമും ഓർത്തു വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടി നേടിയ അറിവിനോട് പുതിയ അറിവുകൾ ഒന്നിനൊന്നോട് കൂട്ടിച്ചേർത്ത് അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് കുട്ടിയെ നയിക്കുന്ന രീതി ഏതാണെന്ന്. കണ്ടെത്തൽ പഠനമാണോ? ചാക്രിക ആരോഹണമാണോ? ആശയം സ്വായത്തമാക്കലാണോ? സംവാദാത്മക പഠനമാണോ? ക്വസ്റ്റ്യൻ എന്താണ്? കുട്ടി നേടിയ അറിവിനോട്, ഇപ്പോൾ കുട്ടിക്ക് കുറച്ച് അറിവുണ്ട്, അതിനോട് എന്താണ്? പുതിയ പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുകയാണ്. പുതിയ പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് കുട്ടിയെ നയിക്കുന്ന രീതി ഏതാണെന്ന്. അത് ചാക്രിക ആരോഹണമാണ്. ആരുടേതാണ് ചാക്രിക ആരോഹണം എന്ന് പറയുന്ന കൺസെപ്റ്റ്? അത് നമ്മുടെ ബ്രൂണറുടെ കൺസെപ്റ്റ് ആണ്. സ്പൈറൽ അപ്രോച്ച് അല്ലെങ്കിൽ സർപ്പിള രീതി എന്നൊക്കെ പറയും. അപ്പൊ ഇതെന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കണ്ടന്റിന്റെ ബാലൻസ് 2ാം ക്ലാസ്സിൽ ഉണ്ടാകും. പക്ഷെ വ്യത്യാസം എന്താണ്? ആ കണ്ടന്റിനോട് കൂടി കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോകും അല്ലെ. നമ്മള് ആദ്യം തന്നെ ഈ പറയുന്ന നാരങ്ങയ്ക്ക് പുളിരുചിയാണ് അല്ലെങ്കിൽ ഇന്നതിന് ബിറ്റർ ടേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീടാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണ്? ഇത് ആസിഡാണ് അല്ലെങ്കിൽ അത് ബേസാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ ആ ചെറിയ ക്ലാസ്സിൽ ഉള്ള അറിവിനോട് കൂടി ഓരോ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും എന്താണ്? അറിവുകൾ അതിനോട് കൂട്ടിച്ചേർത്ത് അതിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരും. അതാണ് ഇത് ചാക്രിക ആരോഹണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ച്. ആരുടെ കൺസെപ്റ്റ് ആണ്? ബ്രൂണറുടെ കൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ചാക്രിക ആരോഹണ രീതി എന്താണെന്നാണ്. കാഠിന്യം അനുസരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അറിവിന്റെ ഉയർന്ന പടവുകളിലേക്ക് കയറുന്ന രീതിയാണ് ചാക്രിക ആരോഹണം. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അടുത്തത്, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ശാരീരിക വികാസം ഹെർലോക്ക്, വൈജ്ഞാനിക വികാസം പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജ്, സാമൂഹിക വികാസം എറിക്സൺ, ആൽബർട്ട് ബെന്തൂര. 2 പേരാണ്. എന്നിട്ട് 1, 4, 2, 3, 2 മാത്രം. ഇവയെല്ലാം ഏതാണ് ശരിയായ ജോഡി എന്നാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. അപ്പൊ നോക്കിയേ, ശാരീരിക വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശാരീരിക ചാലക വികാസത്തെ പറ്റി പഠിക്കുന്നുണ്ട്, മോട്ടോർ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഈ വികാസ തത്വങ്ങൾ, ചാലക വികാസ തത്വങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്? എലിസബത്ത് ബി ഹെർലോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശാരീരിക ചാലക വികാസം എന്നുള്ള കൺസെപ്റ്റ് ആരുടേതാണ്? എലിസബത്ത് ബി ഹെർലോക്കിൻ്റെതാണ്. അതുകൊണ്ട് അതെന്താണ്? ശരിയാണ്. അടുത്തത്, വൈജ്ഞാനിക വികാസം. വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പം പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി
വൈജ്ഞാനിക വികാസം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഇവരാണ് അതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്. അതിൽ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് പിയാഷെയാണ്. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വൈഗോട്സ്കിയാണ്. വൈഗോട്സ്കിയും ബ്രൂണറും ഈ പറയുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെ പിന്താങ്ങിയ ആൾക്കാർ കൂടിയാണ്. പൊതുവെ വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ ഈ 3 പേരും വരും. ഏതാണ്? പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. അപ്പൊ അതും ശരിയാണ്. അടുത്തത് വൈകാരിക വികാസം. വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസിൻ്റെതാണ്. ഇനി വൈകാരികം എന്ന് കേൾക്കുന്ന ഉടനെ നിങ്ങൾക്ക് ഡാനിയൽ ഗോൾമാന്റെ ഒരു കൺസെപ്റ്റ് ഓർമ്മ വരും. അത് വൈകാരിക ബുദ്ധിയാണ്, തെറ്റിപ്പോകരുത്. വൈകാരിക ബുദ്ധിയാണ് ആരെന്ന് പറയുന്നത്? ഗോൾമാന്റേത്. അല്ലെങ്കിൽ അവിടെ തെറ്റാണെന്ന് ചിലപ്പോൾ കരുതും. ഈ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ഗോളിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. വൈകാരിക ബുദ്ധിയാണ് ഡാനിയൽ ഗോൾമാൻ. വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസിന്റെ കൺസെപ്റ്റ് ആണ്. എങ്കിൽ സാമൂഹിക വികാസം ആരുടേതാണ്? സാമൂഹിക വികാസം എന്ന് പറയുന്നത് എറിക്സന്റെയും ബെന്തൂരയുടെയും കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം ശരിയല്ലേ? അതുകൊണ്ട് ആൻസർ ഏതാ വരുന്നത്? ഇവയെല്ലാം എന്നുള്ള ആൻസർ ആണ്. അടുത്തത്, വിദ്യാഭ്യാസ കാലഘട്ടത്തെ 6 വർഷം വീതം നീണ്ടു നിൽക്കുന്ന 4 തരം വിദ്യാലയങ്ങളായി വിഭജിച്ചത് ആരാണെന്ന്. വിദ്യാഭ്യാസ കാലഘട്ടത്തെ 6 വർഷം വീതം നീണ്ടു നിൽക്കുന്ന 4 തരം വിദ്യാലയങ്ങളായി വിഭജിച്ചത് റൂസോയാണോ, ജോൺ ഡൂയി ആണോ, പൗലോ ഫ്രെയർ ആണോ, കൊമനിയസ് ആണോ? അത് ആൻസർ കൊമനിയസ് ആണ്. എന്ത് ചെയ്തു? വിദ്യാഭ്യാസ കാലഘട്ടത്തെ 6 വർഷം വീതം നീണ്ടു നിൽക്കുന്ന 4 തരം വിദ്യാലയങ്ങളായി വിഭജിച്ചു. ആര്? കൊമനിയസ്. അപ്പൊ നോക്കാം കൊമനിയസിനെ പറ്റി. യഥാർത്ഥവാദത്തിന്റെ വക്താക്കളില് ഒരാളാണ്. റിയലിസം, നമുക്ക് പ്രാഗ്മാറ്റിസം, റിയലിസം ഇതൊക്കെ പഠിക്കാനുണ്ട്. അതില് യാഥാർത്ഥ്യവാദം അല്ലെങ്കിൽ റിയലിസത്തിന്റെ വക്താക്കളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഈ കൊമനിയസ്. വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. ഒരു കൊട്ടേഷൻ ആണ്. വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ കൊമനിയസ്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ 2 കൃതികളൊന്ന് ഓർത്തു വച്ചേക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. ദ ഗ്രേറ്റ് ഡൈഡാക്റ്റിക്കും ഗേറ്റ് ഓഫ് ടങ് അൺലോക്ക്ഡും. ഏതൊക്കെയാണ്? ദ ഗ്രേറ്റ് ഡൈഡാക്റ്റിക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഗേറ്റ് ഓഫ് ടങ് അൺലോക്ക്ഡ്. ഇത് രണ്ടും കൊമനിയസിന്റെ പുസ്തകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 19ാം നൂറ്റാണ്ട് ശിശുവിന്റെ നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്? 19ാം നൂറ്റാണ്ട് ശിശുവിന്റെ നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണെന്ന് ചോദിച്ചാല് ഓപ്ഷൻസ് ഫ്രോബൽ ഉണ്ട്, മുഹമ്മദ് ഇക്ബാൽ ഉണ്ട്, മരിയ മോണ്ടിസോറി ഉണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്രോബൽ ആണ്. എന്നാൽ നോക്കാം ഫ്രോബലിനെ പറ്റി. കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ ഫ്രോബൽ. ആരാണ്? കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാണ് ഫ്രോബൽ. കിൻഡർ ഗാർട്ടൻ എന്ന വാക്കിനർത്ഥം എന്താണ്? കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ്. കിൻഡർ ഗാർട്ടൻ എന്ന വാക്കിന്റെ, ഗാർഡൻ എന്നല്ല ഗാർട്ടൻ എന്നാണ് പറയുന്നത്. കിൻഡർ ഗാർട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ്. ഇനി പ്ലേവേ മെത്തേഡ് അല്ലെങ്കിൽ കളി രീതി ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. പ്ലേവേ മെത്തേഡ് അല്ലെങ്കിൽ കളിരീതി എന്ന് പറയുന്നത് ഫ്രോബലിന്റെ സംഭാവനയാണ്. ഇത്രയും കാര്യം അദ്ദേഹത്തെ പറ്റി ഒന്ന് ഓർത്തു വെച്ചേക്കണം. കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്. കിൻഡർ ഗാർട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ്. പ്ലേവേ മെത്തേഡ് ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അടുത്തത്, ജോൺ ഡൂയി അദ്ദേഹത്തിന്റെ പരീക്ഷണ വിദ്യാലയം ആരംഭിച്ച വർഷം എന്നാണെന്ന്. നമുക്ക് ഒരുപാട് വർഷങ്ങളൊന്നും ഈ സൈക്കോളജിക്കകത്ത് പഠിക്കാനായിട്ട് വരുന്നില്ല. അതായത് വർഷത്തിന് കുറച്ച് വർഷങ്ങളെ പഠിക്കാനായിട്ടുള്ളൂ. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടാന്നും പറഞ്ഞിട്ട് 1879 ഒരു വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം ഡാനിയൽ ഗോൾമാൻ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ചോദിച്ചിട്ടുള്ളതാണ് 1995 എന്നുള്ളത്. അടുത്ത ഒരു വർഷം നമ്മൾ പഠിക്കുകയാണ്. ജോൺ ഡൂയി അദ്ദേഹത്തിന്റെ പരീക്ഷണ വിദ്യാലയം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത്
1896. അപ്പൊ ഈ വർഷങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കണം. ഇത് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച വർഷവും ഇതേതാണ്. ഡാനിയൽ ഗോൾമാൻ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയ വർഷമാണ് 1995. ഇവിടെ പറഞ്ഞത് ജോൺ ഡൂയി അദ്ദേഹത്തിന്റെ പരീക്ഷണ വിദ്യാലയം ആരംഭിച്ചത് 1896. അപ്പൊ ഡൂയിയെ പറ്റി ഒന്ന് നോക്കാം. പ്രായോഗികവാദത്തിന്റെ വക്താക്കളിൽ ഒരാളാണ്. പ്രാഗ്മാറ്റിസത്തിന്റെ വക്താക്കളിൽ ഒരാളാണ് ആര്? ജോൺ ഡൂയി. പ്രായോഗികവാദത്തിന്റെ വക്താക്കളിൽ ഒരാളാണ് ജോൺ ഡൂയി. വിദ്യാഭ്യാസത്തിൽ പ്രായോഗികവാദത്തിന്റെ പ്രയോഗം സംഭാവന ചെയ്തത് ഇദ്ദേഹമാണ്. വിദ്യാഭ്യാസത്തിലേക്ക് പ്രായോഗികവാദത്തിന്റെ പ്രയോഗം സംഭാവന ചെയ്ത വ്യക്തിയാണ് ജോൺ ഡൂയി. ഇപ്പൊ പ്രായോഗികവാദത്തിന്റെ വക്താക്കളിൽ ഒരാളാണ്, അതിനെ പിന്താങ്ങിയ ആളാണ് നമ്മുടെ ജോൺ ഡൂയി. വിദ്യാഭ്യാസത്തില് പ്രായോഗികവാദത്തിന്റെ പ്രയോഗം സംഭാവന ചെയ്ത വ്യക്തിയും ജോൺ ഡൂയി ആണ്. പ്രോജക്റ്റ് രീതി വിദ്യാഭ്യാസത്തിൽ പ്രചാരണം ചെയ്തതും ഇദ്ദേഹമാണ്. എന്നും പറഞ്ഞിട്ട് പ്രോജക്റ്റ് രീതി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആരല്ല? ജോൺ ഡൂയി അല്ല. സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. വിദ്യാഭ്യാസത്തിലേക്ക് പ്രോജക്റ്റ് രീതി കൊണ്ടുവന്നതാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡൂയി. പ്രോജക്റ്റ് രീതി വിദ്യാഭ്യാസത്തിൽ പ്രചാരണം ചെയ്ത വ്യക്തിയാണ് ആര്? ജോൺ ഡൂയി. അങ്ങനെയാണെങ്കിൽ പ്രോജക്റ്റ് രീതി എന്ന ആശയം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് കിൽപാട്രിക് ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കണം, തിരിഞ്ഞു പോകാതെ. പ്രോജക്റ്റ് രീതി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്, ആ ആശയം കൊണ്ടുവന്നത് കിൽപാട്രിക് ആണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പ്രോജക്റ്റ് രീതി പ്രചാരണം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ജോൺ ഡൂയി ആണ്. വിവിധ തത്വശാസ്ത്രങ്ങളെ കീറിമുറിച്ച് പരീക്ഷിച്ച് നോക്കുന്ന പരീക്ഷണശാലയാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടതും ജോൺ ഡൂയി ആണ്. ഡൂയിയുടെ ഒരു കൊട്ടേഷൻ ആണ്. എന്താണ്? വിവിധ തത്വശാസ്ത്രങ്ങളെ കീറിമുറിച്ച് പരീക്ഷിച്ചു നോക്കുന്ന പരീക്ഷണശാലയാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടതും ജോൺ ഡൂയി ആണ്. ഡൂയിയെ പറ്റി അത്രയും കാര്യം ഓർക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്. ഡിസ്ലെക്സിയ, അനോറെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ. ഇതില് ഒരെണ്ണം എന്തല്ല? പഠന വൈകല്യമല്ല. അതിൽ പഠന വൈകല്യം അല്ലാത്തത് ഏത് എന്നാ കണ്ടുപിടിക്കേണ്ടുന്നത്. പഠന വൈകല്യമല്ലാത്തത് അനോറെക്സിയ. അതൊരു ഈറ്റിംഗ് ഡിസീസ് ആണ്. ഏതെന്ന് പറയുന്നത്? അനോറെക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയെല്ലാം എന്താണ്? പഠന വൈകല്യം തന്നെയാണ്. അപ്പൊ നോക്കാം നമുക്ക് ബാക്കിയുള്ളത്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായനാ വൈകല്യമാണ്. ഡിസ്ലെക്സിയ എന്താണ്? വായനാ വൈകല്യമാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലി എന്ന് പറയുന്നത് ഗണിതശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ പഠിക്കുന്നതിനുള്ള വൈകല്യമാണ്. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കുന്നതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഏത്? ഡിസ്കാൽക്കുലിയ. ഇത് പിന്നെ നമുക്ക് തെറ്റത്തില്ല. കാൽക്കുലേറ്റർ എന്നൊക്കെ കേൾക്കുന്ന ഉടനെ അത് മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാം. ഗണിതശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ പഠിക്കുന്നതിനുള്ള വൈകല്യമാണ് ഏത്? ഡിസ്കാൽക്കുലിയ. എന്നാൽ എന്താണ് ഡിസ്ഗ്രാഫിയ? ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതുന്നതിലുള്ള വൈകല്യമാണ്. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെ എഴുതുന്നത് പോലാണെന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ എഴുതുന്നതിലുള്ള വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനാ വൈകല്യവും ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതുന്നതിനുള്ള വൈകല്യവുമാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? PWD ആക്ട് പ്രാബല്യത്തിൽ വന്ന വർഷം എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് 1996 പ്രാബല്യത്തിൽ വരുന്നത്. PWD ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 1996. അപ്പൊ എന്താണ് PWD ആക്ട് നമുക്ക് നോക്കാം. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ് PWD ആക്ട് എന്ന് പറയുന്നത്. എന്താണ്? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. ഇത് 1995 പാസ്സാക്കുന്നത്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പാസ്സാക്കുന്നത് എന്നാന്ന് വെച്ചാൽ എന്താണ്? 1995. എന്നാൽ അത് നിലവിൽ വരുന്നത്, അതാണ് ചോദിച്ചത്, 1996 ഫെബ്രുവരി 7. കൃത്യമായിട്ട് പഠിക്കണം. ഈ ആക്ട് പാസ്സാക്കുന്നത് 1995. എന്നാൽ നിലവിൽ വരുന്നത് എന്നാണ്? 1996 ഫെബ്രുവരി മാസം 7 ഇത് നിലവിൽ വരുന്നത്.
അപ്പൊ ഇതിനകത്ത് ഈ PWD ആക്ടില് ഉൾപ്പെടുത്തിയ ഭിന്നശേഷി വിഭാഗക്കാർ എത്രയാണെന്ന്. ആദ്യം 7 വിഭാഗക്കാരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഭിന്നശേഷിക്കാർ എന്നതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഈ പറയുന്ന 96 നിലവിൽ വന്ന സമയത്ത് 7 വിഭാഗങ്ങളെയാണ് ഭിന്നശേഷി എന്ന നിലയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാല് പൂർണ്ണ അന്ധത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, ചലന പരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധിപരിമിതി, മാനസികാരോഗ്യം. ഇത്രയുമാണ് ആദ്യകാലങ്ങളില് ഭിന്നശേഷി വിഭാഗക്കാരിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഇതിനൊരു മാറ്റം വന്നു. അതായത് 2016 ആയ സമയത്ത് ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ 1996 നിലവിൽ വന്ന PWD ആക്ട് 2016 അത് ഭേദഗതി ചെയ്യുകയും ഒരു 14 വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിനകത്താണ് ഈ ഓട്ടിസവും ഒക്കെ ഉൾപ്പെടുന്നത്. ഇപ്പം അങ്ങനെ ഒരു 21 എന്തുണ്ട്? ഈ ഭിന്നശേഷി വിഭാഗക്കാരുണ്ട്. ഓട്ടിസം എന്നൊക്കെ പറയുമ്പോൾ സാമൂഹീകരണ പ്രക്രിയക്ക് തടസ്സം നിൽക്കുന്ന ഒന്നെന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ഓട്ടിസം ആണ്. അതൊക്കെ പിന്നീട് വന്നതാണ്. ആദ്യ സമയത്ത് ഏതാണ്? ഈ 7 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. 2016 എന്ത് ചെയ്തു? ഇതിനെ ഭേദഗതി ചെയ്യുകയും ചെയ്തു. താങ്ക് യു.